നിങ്ങൾ വായിച്ചിട്ടില്ല. എവിടെ നിന്നോ എഴുതിക്കൊണ്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്നോ? ഇപ്പോഴൊക്കെ സ്കൂളുകളിൽ ഒരു രീതിയുണ്ട്. കുഞ്ഞുങ്ങളോട് ലെസൺ വായിക്കാൻ ടീച്ചേഴ്സ് പറയത്തില്ല. ലെസന്റെ പുറകിൽ ഒരു 10 ചോദ്യം കാണും. ഈ കുട്ടികളോട് പറയും, ഒന്നാമത്തെ ചോദ്യം അതിന്റെ ഉത്തരം ഈ പാഠത്തിന്റെ ഒന്നാമത്തെ ഖണ്ഡികയില് 4-ാമത്തെ ലൈൻ മുതൽ 6-ാമത്തെ ലൈൻ വരെ മാർക്ക് ചെയ്തോളൂ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതിനകത്തുണ്ട്, അവിടെ മാർക്ക് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ചോദ്യം അതിന്റെ ഉത്തരം 2-ാമത്തെ പാരഗ്രാഫിന്റെ 3-ാമത്തെ ലൈൻ മുതൽ 4-ാമത്തെ ലൈൻ വരെ മാർക്ക് ചെയ്യുക. എന്നിട്ട് കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ് അനേക സ്കൂളുകളിൽ ജനറൽ ആയിട്ട് ആ ലെസൺ വായിക്കുകയോ ആ ലെസൺ എന്താണെന്ന് പറയുകയോ മനസ്സിലാക്കാതെ ഈ ചോദ്യത്തിന് ഉത്തരം ഇവിടെ മാർക്ക് ചെയ്തിട്ട് പഠിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലം പോകുന്നത്. അപ്പോ ഈ ബ്ലാക്കിന്റെ വിചാരം നമ്മളിങ്ങനെ അവരൊരു ചോദ്യം ചോദിച്ച ഉടനെ ഇതാ ഉത്തരം ഇവിടെ കിടപ്പുണ്ടെന്നും പറഞ്ഞ് മാർക്ക് ചെയ്തിട്ട് അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയല്ല പഠിക്കുന്നത്. പഠിക്കുന്നത് എങ്ങനെയാണ്? ആ ലെസൺ മുഴുവൻ വായിക്കുക. ആ ലെസൺ മുഴുവൻ വായിച്ച് അത് എഴുതിയ ആളാരാണ്, എന്താണ് ഇതിന്റെ ഇതിവൃത്തം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ ചോദ്യം ചോദിക്കുമ്പം ഒരു പ്രയാസവും ഇല്ലാതെ ഉത്തരങ്ങൾ പറയാൻ കഴിയും. അതാണ് ഞങ്ങൾ ചെയ്യാറ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ആ ലെസൺ വായിക്കൂ. അതിന്റെ മുമ്പും പിമ്പും ഉള്ള പാരഗ്രാഫ് എങ്കിലും വായിക്കുക. അതിൽ തന്നെ അതിന്റെ ഉത്തരം കിട്ടും. മനസ്സിലായോ ബ്ലാക്ക്? സമ്മതിച്ചു. ഓക്കെ, മനസ്സിലായി. അതുകൊണ്ടാണ് ഇത് വായിക്കാൻ പറഞ്ഞത്. വായിക്കൂ. നിങ്ങൾ ശരിക്കും സത്യാന്വേഷിയാണെങ്കിൽ നിങ്ങൾ വായിച്ചു തന്നെ മനസ്സിലാക്കണം. സിസ്റ്ററെ, ഞാൻ പറയാ, ഇത് അദ്ദേഹം പറഞ്ഞത് ഞാൻ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തതാണ്. എനിക്ക് അതിൽ നിന്നല്ല. പിന്നെ നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടാണോ ഈ ചോദ്യം ഉണ്ടായത്? ബൈബിൾ വായിച്ചിട്ടുണ്ടായ ചോദ്യമാണോ ഇത്? അതെ അതെ, ഞാൻ ചെക്ക് ചെയ്ത് അതിൽ അങ്ങനെ തന്നെ എഴുതി എടുക്കുന്നത്. നിങ്ങൾ ആവർത്തന പുസ്തകം മുഴുവൻ വായിച്ചോ? നിങ്ങൾ ആവർത്തന പുസ്തകം മുഴുവൻ വായിച്ചോ? എസ് ക്രിസ്ത്യൻ അമേരിക്ക എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്ന് എനിക്ക് സംഗതി മൊത്തം കിട്ടിയത്. ഞാൻ ചോദിക്കുന്നത് ക്രിസ്ത്യൻ അല്ലേ? അപ്പൊ ലീസസ് ചോദിച്ചാൽ അങ്ങ് മറുപടി പറയാം. താങ്കൾ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ആ വായിച്ച ഭാഗം അങ്ങ് വായിക്കുന്നേ. എന്തിനാ ആവർത്തന 17:12 വായിച്ചോ? വായിച്ചോന്നേ, വായിക്കുന്നതിനകത്ത് എത്ര ബുദ്ധിമുട്ട്. ഇത്രയും കണ്ടുപിടിക്കാമെങ്കിൽ അല്ലേ ലീസസ്? ഇത്രയും കണ്ടുപിടിക്കാമെങ്കിൽ പിന്നെ അതൊന്ന് വായിക്കുന്നുണ്ടെന്താ? ബ്രദറെ, ഞാനൊരു പണിയിലാണ്. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വരാം. അജീസ് ബ്രദർ ഉള്ളത് നോക്കിക്കോണേ. ഓക്കെ അജീസ് ബ്രദറെ, ഞാൻ ഇതാ വായിക്കുന്നേ, ഒന്ന് കേക്കണേ. നിന്റെ ദൈവമായ യഹോവക്ക് അവിടെ നിൽക്കുന്ന പുരോഹിതന്മാരുടെയോ ന്യായാധിപന്റെയോ വാക്കുകൾ കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം ഇടയ്ക്ക് വിടാതെ പ്രിയ സ്നേഹിതരെ, ഇടയ്ക്ക് വിടാതെ വായിക്കും. അവിടെ ഇവിടെ വിട്ടു വായിക്കണ്ട. നിന്റെ നിന്റെ യഹോവയായ ദൈവമായ യഹോവക്ക് അവിടെ ശുശ്രൂഷ ചെയ്ത് നൽകുന്ന ശുശ്രൂഷ ദൈവത്തിന് ശുശ്രൂഷ ചെയ്ത് നൽകുന്ന പുരോഹിതന്റെയോ ന്യായാധിപന്റെയോ വാക്ക് കേൾക്കാത്ത ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കണം. അതൊന്ന് വ്യക്തമാക്കാം ജിഷ്ക. ബാക്കിയുണ്ടല്ലോ. ഓ, വായിക്കാറുണ്ട്. ഇങ്ങനെ ദേശം നീക്കിക്കളയണം, ദോഷം നീക്കിക്കളയണം. ഒന്നുകൂടെ വായിച്ചോ. ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. എന്തായിരുന്നു അതിനുള്ള ദോഷം എന്ന് പറയുന്നത്? എന്താണ് ദോഷം എന്ന് പറയുന്നത്? എന്താ അവിടെ? എന്താണ് ദോഷം? എന്താണ് ബ്ലാക്ക്? പുരോഹിതന്മാരുടെയും ആൾക്കാരുടെ വാക്ക് കേൾക്കാതെ നിൽക്കുക, അതാണ് ദോഷം.
ആ അത് തന്നെ, അത്രേ ഉള്ളു കാര്യം. അതിന്റെ അകത്ത് ചോദ്യം ഉത്തരം അതിന്റെ അകത്ത് തന്നെ കിടപ്പുണ്ട്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് അവിടെ ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്ന പുരോഹിതന്റെയോ ന്യായാധിപന്റെയോ വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ ആ മരിക്കണം. ഇങ്ങനെ അഹങ്കാരം ഇസ്രായേലിൽ നിന്ന് കാണിച്ചാൽ ദോഷം മരിക്കും. മരിക്കണം. ഓക്കെ, നല്ല കാര്യം. വെറുതെ അഹങ്കാരമല്ലല്ലോ, പുരോഹിതന്റെയോ ന്യായാധിപന്റെയോ വാക്ക് കേട്ട് കഴിഞ്ഞാൽ അത് കേൾക്കാതിരിക്കുന്നേ. മനസ്സിലായോ? ഒന്നെങ്കിൽ അവരെ ഒരുത്തനെ ഇതാക്കാ ചെയ്യണ്ടേ, ഒ- കൊല്ലുകയല്ല കൂട്ടുകാരാ, ചെയ്യേണ്ടത്. അല്ലല്ല ഒരുത്തനെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു അച്ഛൻ ദൈവം ഒരു മിനിറ്റ്, അച്ഛൻ ഒരു പറയേണ്ടതാണ് മിനിറ്റ്, അച്ഛൻ ഒരു എന്തുവാ ദൈവം പറയണ്ടേ? പറയേണ്ടതാണ് ഒരു ദൈവം എന്താണ് പറയേണ്ടത്? പറയേണ്ടതാണ് അങ്ങനെ ഇതാ ആ എതിർത്ത് ദൈവം നിൽക്കുന്ന പറയേണ്ടതാണ്. ആൾക്കാരെ കൊല്ലാണോ ആ പറയേണ്ടത്? അവരെ പറഞ്ഞ് ആ ഇനി മനസ്സിലാക്കല്ലേ ചെയ്യേണ്ടത്. അതിന്റെ 12 വെച്ച 13 കൂടെ ഒന്ന് വായിച്ചേ. 12 മാത്രമല്ല 13 കൂടെ ഉണ്ട്. 13 ഒന്ന് വായിച്ചേ. ഇനി അഹങ്കാരം കാണിക്കാതിരിക്കേണ്ടതിന് അല്ല ഒരു മിനിറ്റ് ഞാനൊരു സാധനം ഇപ്പം ചാറ്റ് ബോക്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. സഹായിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി വന്ന് ചെയ്തോണം. മനസ്സിലായല്ലോ? സഹായിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി വന്ന് ചെയ്തോണം. ഞാൻ ഈ പരിപാടിക്കില്ല. അത് നല്ല രീതി ഞാൻ പറയാം. അത് എത്ര വലിയ സ്നേഹിതനാണെങ്കിലും ഞാൻ പറയാണ്, സഹായിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കയറി സംസാരിച്ചോണം. മേലെ ഈ പരിപാടി കാണിച്ചേക്കരുത്. പിന്നെന്തിനാ വായിക്കാൻ പറയുന്നത്? നിങ്ങൾ കയറി വന്ന് സംസാരിക്കുന്നേ. വായിച്ചോ, ബാക്കി വായിച്ചോ. 13ാമത്തെ വാക്യം വായിച്ചോ. ബ്ലാക്ക്. ഓക്കെ. ഇനി അഹങ്കാരം കാണിക്കാതിരിക്കേണ്ടതിന് ജനമെല്ലാം കേട്ടു ഭയപ്പെടണം. അത് തന്നെ. അതിപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പുരോഹിതന്റെ നിക്ക് ഞാൻ പറയുന്നത്, നിങ്ങൾ ബൈബിൾ വാക്യം വായിച്ചു. ഞാനല്ല ബൈബിൾ വിശ്വാസി, നിങ്ങളല്ലല്ലോ. ഓക്കെ. എന്നിട്ടിപ്പോ ഇവിടെ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് അവിടെ ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്ന പുരോഹിതന്റെ ന്യായാധിപന്റെ വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കണം. അവനെ കൊല്ലണമെന്നല്ല, അവൻ മരിക്കണം. ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. നീ ഇനി അഹങ്കാരം കാണിക്കാതിരിക്കേണ്ടതിന് ജനമെല്ലാം കേട്ട് ഭയപ്പെടണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പുരോഹിതന്റെയോ ന്യായാധിപന്റെയോ വാക്ക് കേട്ട് അനുസരണം അഹങ്കാരം കാണിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അഹങ്കാരം കാണിച്ചാലല്ലേ മരിക്കേണ്ടി വരത്തുള്ളൂ. അഹങ്കാരം കാണിക്കാതിരിക്കുകയാണെങ്കിൽ അവനെ കൊല്ലാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബ്ലാക്ക്? എന്ത് കേട്ടില്ല, ഒന്ന് പറയ്, ശ്രദ്ധിച്ചില്ല. ശരിക്കും കേട്ടോണം. ഇവിടെ പുരോഹിതന്റെയോ ന്യായാധിപന്റെ വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കണമെന്ന് പറയുന്നുണ്ട്. പുരോഹിതന്റെയും ന്യായാധിപന്റെ വാക്ക് കേട്ട് അഹങ്കാരം കാണിക്കാതെ ജീവിച്ചാൽ അവൻ മരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇനി അഹങ്കാരം ഇനി അഹങ്കാരം ഞാൻ അടുത്ത നമ്മുടെ വാക്യം കൂടെ തീർക്കട്ടെ. ഇനി അഹങ്കാരം കാണിക്കാതിരിക്കേണ്ടതിന് ജനമെല്ലാം കേട്ട് ഭയപ്പെടണമെന്ന് പറയുമ്പോഴത്തേനും അഹങ്കാരം കാണിക്കാതിരിക്കാൻ വേണ്ടി ജനമെല്ലാം ഇത് കേട്ട് ഭയപ്പെട്ടുടാ. നീ പുരോഹിതനോടും ന്യായാധിപന്മാരോടും അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ നീ മരിക്കും. അയ്യോ ഞാൻ മരിക്കുമേ എന്നുള്ള ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ അഹങ്കാരം കാണിക്കുവോ? അഹങ്കാരം കാണിക്കാത്ത ആൾക്കാർ മരിക്കുന്നുണ്ടല്ലോ. എവിടെ അഹങ്കാരം കാണിക്കാത്തവർ ഇതിന്റെ അകത്ത് എവിടെ വാക്യത്തിൽ മരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു? ഒന്ന് എഴുതി മന്ത്രവാദികളെ കൊലപ്പെടുത്തുക, പുറപ്പാട് 22:17. അല്ലല്ല, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോയി ഇനി അടുത്തത് ഞാൻ ഓടിപ്പോകല്ലേ. ഈ വാക്യത്തിന്റെ അകത്ത് എവിടെയാണ് അഹങ്കാരം കാണിക്കാത്തവര് മരിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്? ഈ വാക്യത്തിലുണ്ടോ? എന്തായാലും എല്ലാം ബൈബിളിലുള്ളത് തന്നെയല്ലേ. ഈ വാക്യം ആ വാക്യം നിക്ക് ഒരു മിനിറ്റ് ബ്ലാക്ക്. ഞാൻ ഒരു കാര്യം പറയാം. സാമാന്യ മാനുഷികമായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് സംസാരിക്കേണ്ടത്. മനസ്സിലായല്ലോ? എല്ലാം ബൈബിളിലുള്ള. ഇനി നിങ്ങൾ അടുത്തതിലേക്ക് പോകുന്ന എനിക്കറിയാം. നിങ്ങൾ അവിടെ നിൽക്കും. ഞാൻ ചോദിച്ചതിന് മറുപടി. ഇവിടെ പുരോഹിതന്റെയോ ന്യായാധിപന്റെ വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കണം. ഇവിടെ ഈ അഹങ്കാരം കാണിക്കാത്തവർ മരിക്കണമെന്ന് ഇവിടെ ഈ വാക്യത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഒരു കുഴപ്പമില്ല. എന്തു പറയുന്നു? ഈ വാക്യത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അത് അങ്ങനെ തന്നെ.
അവിടെ പുരോഹിതന്മാരുടെ വാക്കുകൾ ന്യായാധിപന്മാരുടെ വാക്കുകൾ കേൾക്കാത്ത ആൾക്ക് മരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് വാക്ക് കേട്ട് അനുസരണത്തോടെ ജീവിക്കുന്നവൻ അവിടെ മരിക്കണോ? ഒരു സ്വാതന്ത്ര്യമില്ലാതെ ഓരോ വാക്കും കേട്ട് ജീവിക്കണം എന്ന് പറയുന്നത്. അതിപ്പോ ഇനി അതിന്റെ താഴെ അഹങ്കാരം കാണിക്കാതിരിക്കേണ്ടതിന് ജനമെല്ലാം കേട്ട് ഭയപ്പെടണം. അങ്ങനെ കേട്ട് ഭയപ്പെടുന്നവൻ പിന്നെ ദൈവത്തെ ഭയപ്പെടുന്നവൻ പിന്നെ ഇങ്ങനെ അഹങ്കാരം കാണിക്കേണ്ട കാര്യമുണ്ടോ? സുഹൃത്തെ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് പറയോ? എന്താണ്? ആ പുരോഹിതന്റെ ന്യായാധിപന്റെ വാക്ക് കേൾക്കാതെ, അവര് പറയുന്ന കാര്യങ്ങളെ കേൾക്കാതെ, അവര് നീ അതൊന്നും പറയുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് അഹങ്കരിച്ച് ജീവിക്കുന്ന, ദൈവത്തോട് മറുതലിച്ച് ജീവിക്കുന്നവനാണ് അഹങ്കാരികള്. സ്വാതന്ത്ര്യമില്ല അവിടെ. ദൈവത്തിന്റെ മക്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നേ. അവര് ദൈവത്തിന്റെ മക്കളായി ജീവിക്കുമ്പോഴത്തേന് അവർക്ക് നിക്ക് ഞാൻ അല്ല, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയണ്ടേ? അതിന്റെ ഇടയ്ക്ക് ഇരിട്ടേണ്ട കാര്യം. ദൈവത്തിന്റെ മക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെ? ദൈവ കൽപ്പനയിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ലോകത്തിന്റെ വഴിക്ക് പോകരുത്. അത് സ്വാതന്ത്ര്യമില്ലാത്ത ഇടപാടാ ദൈവസന്നിധിയില്. മനസ്സിലായോ? കൺമോഹൻ ജഡമോഹൻ ജീവനത്തിന്റെ പ്രതാപത്തിലൂടെ പോകുന്നവൻ എങ്ങനെയായിരിക്കണം? അത് ദൈവകൽപ്പനയിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തവനാണ്. അവൻ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ ദൈവകൽപ്പനയിൽ സ്വാതന്ത്ര്യമുള്ളവൻ എന്തായിരിക്കണം? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവവചനം പഠിപ്പിക്കുന്നവരുടെ അടിസ്ഥാനത്തിൽ, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുന്നവർ പറയുന്നതിന്റെ രീതിയിൽ അവര് ദൈവത്തോട് പറയുന്ന കാര്യങ്ങളെ കേട്ടുകൊണ്ട് ദൈവമക്കൾ എന്ത് ചെയ്യണം? അനുസരണത്തോടെ ജീവിക്കണം. അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ഇപ്പൊ കൊലപാതകം ചെയ്യാൻ ഒരു മനുഷ്യൻ പോകുന്നു, അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നീ കൊലപാതകം ചെയ്യരുത് എന്ന് പറയുന്നത് ദൈവവും അവനുമായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. കാരണം കൊലപാതകം ചെയ്യാതിരിക്കുക എന്നുള്ളത്. കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? അവിടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. അടിമത്തമാണ്. പിന്നെ അവിടെ പിശാചിന്റെ അടിമയാകുന്നു, ജയിലിലേക്ക് പോകുന്നു, മനസമാധാനം നഷ്ടപ്പെടുന്നു, പലതും പോകുന്നു. പക്ഷെ അത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ് അവിടെ ഉള്ളതിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബ്ലാക്കിന് സ്വാതന്ത്ര്യം ഉണ്ടോ? ബ്ലാക്കിന് സ്വാതന്ത്ര്യം ഉണ്ടോ? ഒരു മിനിറ്റ്, ബ്ലാക്കിന് സ്വാതന്ത്ര്യം ഉണ്ടോ? എനിക്ക് സ്വാതന്ത്ര്യം. താങ്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഉണ്ടോ? എങ്ങനെയാണ് താങ്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? ഖുറാനിൽ നിന്നൊന്ന് പറഞ്ഞേ. ഞാൻ അതല്ല ചോദ്യം, ഞാൻ ഇതിൽ നിന്ന് നിക്ക് നിങ്ങൾ. ഒരു മിനിറ്റ്. അതെ, എനിക്കൊരു കാര്യമുണ്ട്. ഞാൻ ഒരാൾക്കൊരു ബൈബിൾ വാക്യത്തിൽ നിന്ന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ താങ്കൾക്ക് ഇനി എന്നോട് ചോദിക്കാം. അടുത്ത പുറപ്പാടിന്നോ ബൈബിളിന്റെ അകത്ത് 31 വെളിപ്പാട് വരെയുള്ള ഭാഗത്ത് നിന്ന് എവിടുന്ന് വേണമെന്ന് ചോദിക്കാൻ ഞാൻ മറുപടി തരാം. എന്റെ ഇനിയും ചോദ്യം, താങ്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഖുറാനിൽ നിന്നൊന്ന് പറയൂ താങ്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത്. ഒന്ന് വാക്യം എടുക്കൂ. എവിടാന്ന് പറഞ്ഞാൽ മതി, ഞാൻ വായിക്കാം. ഇപ്പൊ താങ്കൾ വാക്യം കൊണ്ടുവന്ന് താങ്കൾ തന്നെ വായിച്ചു. ഇനി ഖുറാന്റെ അകത്ത് എവിടാണ് ആയത്ത്? അവിടെ പറഞ്ഞോളൂ, ഞാൻ വായിക്കാം. പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് പുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും വാക്ക് കേൾക്കാത്തവരെ കൊല്ലുക, അഹങ്കാരം നടിക്കുന്നവരെ കൊല്ലാൻ എവിടെ എഴുതിയിരിക്കുന്നത്? കൊല്ലുക, അവരെ കൊല്ലുക എന്നാ പറഞ്ഞത്. അത് പറയാതെ മരിക്കണം. അപ്പൊ ഞാൻ പറയട്ടെ, ബ്ലാക്ക് എന്ന് പറയുന്ന ആള് നിങ്ങളുടെ മഹല് കമ്മിറ്റി, നിങ്ങളുടെ മസ്ജിദിലുള്ള ഉസ്താദിന്റെ വാക്കുകൾ കേൾക്കാതെ ലോകപരമായിട്ട് വ്യഭിചാരത്തിലും മോഷണത്തിലും അതേ കണക്ക് തന്നെ കൂട്ടിക്കൊടുപ്പിലും കള്ളുകുടിയിലും ഒക്കെ നടക്കുന്ന ബ്ലാക്കിനെ എങ്ങനെയാണ് നിങ്ങളുടെ മസ്ജിദിലെ ആൾക്കാർ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങളെ എങ്ങനെ സ്നേഹത്തോടെ കൊണ്ടുപോയി നടക്കുവോ അതോ നിങ്ങളെ ശിക്ഷിക്കുവോ? എടാ അങ്ങനെ പോകരുത് കൊണ്ട് ഉപദേശിക്കുക, എങ്ങനെ ആയിരിക്കും ബ്ലാക്ക്? അതൊന്ന് പറഞ്ഞു. ഒരുത്തന് ഉപദേശിക്കാൻ വരെ പറഞ്ഞു തരൂ, അത് ചെയ്യരുത്, വേറെ അങ്ങനെ. അതാണ് ഉപദേശം എന്ന് പറയുന്നത്. ഈ പറഞ്ഞതിൽ തന്നെയാണ് ഉപദേശം എന്ന് പറയുന്നത്. എടാ തെറ്റിലേക്ക് പോകുന്നവനെ നീ മോഷ്ടിക്കാൻ പോകരുത്. എനിക്ക് പറയുന്നത് നിങ്ങളുടെ മസ്ജിദിലെ ഉസ്താദ് ബ്ലാക്ക് ഇപ്പൊ ആ നാട്ടിലെ ഏറ്റവും വലിയ വ്യഭിചാരിയും മോഷണ കുറ്റവും കൊലപാതകവും ഒക്കെ നടത്തിക്കൊണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ ഉസ്താദ് വന്നിട്ട് പറയും, എന്ത് ചെയ്യും? എടാ മോനെ, നിന്റെ പേരെന്താന്ന് എനിക്കറിയത്തില്ല, സുക്കൂറെന്ന് ഞാൻ അങ്ങ് വിളിക്കാം. സുക്കൂറെ, ഇന്ന പോലെ നീ മോഷ്ടിക്കരുത്, നീ വ്യഭിചരിക്കരുത്, നീ അങ്ങനെ ചെയ്യരുത്, അത് അള്ളാഹു നിന്റെ മേൽ ശിക്ഷ വിധിക്കും എന്നൊക്കെ പറഞ്ഞു തരുന്നതാണ് സുഹൃത്തെ അള്ളാഹുവിന്റെ നാമത്തിൽ നിന്നോട് ആ ഉസ്താദ് നടത്തുന്ന ഉപദേശം. മനസ്സിലായോ? കാരണം നീ അപ്പൊ പറയാനില്ല ഞാൻ എനിക്ക് അത് നിങ്ങളുടെ കാര്യം, ഞാൻ വ്യഭിചരിച്ചേ ജീവിക്കൂ, ഞാൻ മോഷ്ടിച്ചേ ജീവിക്കൂ, ഞാൻ കൊലപാതകം ചെയ്യും. അതാണ് എന്തു പറയുന്നത്? അതാണ് ഏറ്റവും വലിയ അഹങ്കാരം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിപ്പോ ഉപദേശം തന്നിട്ട് നീ ഇന്നെ പോലുള്ള സുക്കൂറ് പിന്നെയും പോയിട്ട് എന്ത് ചെയ്തു? ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നീ അഹങ്കാരത്തിൽ ജീവിക്കുന്നു. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? മരിക്കേണ്ടി വരും. മനസ്സിലായോ? കൊല്ലാനല്ല, മരിക്കേണ്ടി വരും എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. നീ അതിനെ കൊല്ലണമെന്ന് അവിടെ പറയാതെ പറയുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേനും ബ്ലാക്ക്
നിന്നോട് ഉസ്താദ് വന്നിട്ട് പറയണം നീ മരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ നിന്നെ കൊല്ലുമെന്നല്ലേ ഉസ്താദ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അത് ശരിയല്ലല്ലോ. നമ്മൾ വാക്കിനെയൊക്കെ ഒന്ന് പറയുമ്പോൾ ശാലും സൂക്ഷിച്ച് പറയണം. അങ്ങനെയല്ല അജീഷേട്ടാ. അജീഷേട്ടാ, നിങ്ങൾ പറയുന്നത് മനസ്സിലായി എനിക്ക്. നിങ്ങളെ വികാരം എനിക്ക് മനസ്സിലായി. എന്താന്ന് വെച്ചാല് നിങ്ങൾ ഇപ്പൊ ഒരാളെ പോയിട്ട് ഇതാ ഇങ്ങനെ പറയാ, നീ എന്റെ ഈ വീട്ടിലുള്ള ഉപ്പാനെ ഉമ്മാനെ നിങ്ങൾ അനുസരിക്കണം, അവരെ അനുസരിച്ചിട്ടില്ലേ നിങ്ങൾ മരിക്കണം, ഇല്ലെങ്കിൽ മനസ്സിലായോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നന്നായി ഒന്ന് നിങ്ങൾ ബ്രെയിൻ ഉപയോഗിക്ക്. അതെ, നിങ്ങൾക്ക് ഇല്ലാത്ത സാധനം ഞാൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഉപ്പാനും ഉമ്മാനെ അനുസരിക്കണം എന്ന് പറയാം. അല്ലല്ല ഉപ്പാനും ഉമ്മാനെയും ഉള്ളവനെ അനുസരിക്കണം എന്ന് പറഞ്ഞ് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കണം എന്ന് പറയുന്നതിന്റെ ആ ഒരു ബ്രെയിൻ ഉപയോഗിച്ചൊന്ന് പറഞ്ഞു തന്നെ. എന്ത് അനുസരിക്കണമെന്നാണ്? ഉപ്പാനും ഉമ്മാനും എന്ത് പറയുന്ന അനുസരിക്കണമെന്നാണ് താങ്കൾ ആ ബ്രെയിൻ ഉപയോഗിച്ചൊന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ, ഉപ്പാനും ഉമ്മാനെ അനുസരിക്കണമെന്ന് പറയുന്നത് എന്ത് ബ്രെയിൻ ഉപയോഗിച്ചാണ്? ബ്ലാക്ക് എന്തനുസരിക്കണമെന്നാ പറയുന്നത്? അജീഷേ, പറയുന്നതൊന്ന് കേക്ക്. നിങ്ങൾ ആ ഭീഷണിയുടെ സ്വരമാണ് അതിലെ വരുന്നത്. പുരോഹിതന്മാർ അത് തന്നെ, അങ്ങനെ തന്നെ. നിങ്ങൾ ബ്രെയിൻ ഉപയോഗിച്ചൊന്ന് പറഞ്ഞു. ഉപ്പാനും ഉമ്മായെ അനുസരിക്കണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രെയിൻ ഉപയോഗിച്ചൊന്ന് പറ. ഇത് പറയുന്നത് കേക്ക്. ഈ യഹോവ പറയുന്നു, ഒരു മിനിറ്റ് ഞാനൊന്ന് ഇടപെടുകയാണ്. ബ്ലാക്ക് സോറി, ക്ഷമിക്കണേ, ഒന്ന് മ്യൂട്ട് ചെയ്തേ. അജീഷ് ബ്രദർ, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് തക്കതായ ഉത്തരം നൽകി. ഓക്കെ, തക്കതായ ഉത്തരം അവിടെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല. അവർ മരിക്കണം എന്ന് പറഞ്ഞാൽ ദേ വിൽ ഹാവ് ടു ഡൈ എന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാതെ ആ ഉത്തരമാണ് ഒരു ക്രിസ്തീയ വിശ്വാസി, ബൈബിൾ വായിച്ച് വിശ്വസിക്കുന്ന വിശ്വാസി പറയുന്നതിനെ നിങ്ങൾ തിരസ്കരിച്ചുകൊണ്ട് വീണ്ടും പറയുകയാണ് അതിന്റെ അർത്ഥം അങ്ങനെയല്ല എന്ന്. അപ്പം അങ്ങനെ അല്ല എന്ന് പറയാനുള്ള ആ അർത്ഥം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഒരു ചോദ്യം അത്. രണ്ടാമത്, ഇപ്പൊ അജീഷ് ബ്രദർ പറഞ്ഞ കാര്യത്തോട് എനിക്ക് അല്പം വിയോജിപ്പുണ്ട്. അജീഷ് ബ്രദറെ മോഷ്ടിക്കാനും സ്വർണം ഗുദത്തിൽ കൊണ്ടുവരാനും വ്യഭിചരിക്കാനും ഒക്കെ അതൊന്നും തെറ്റല്ല. ഖുറാനിൽ ഒരു തെറ്റുള്ളത് ആകെക്കൂടെ ഇവര് ചെയ്യാൻ പാടില്ലാത്ത ഷിർക്കാണ്. ഷിർക്കും ഫിത്നയും ചെയ്താൽ അല്ലെങ്കിൽ മതം വിട്ടവനെ കൊല്ലണമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഷിർക്ക് ഇവര് ചെയ്താൽ എന്ത് ചെയ്യുന്നു ചോദിക്കുക ബ്രദറെ. ഓക്കെ ലീ സിസ്റ്ററെ, ഇപ്പൊ നിങ്ങൾ നമ്മ വിശ്വസിക്കുന്നതിന്റെ എതിരല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നതിന് എതിര് നമുക്ക് പറഞ്ഞൂടെ? വിശ്വസിക്കുന്നല്ല, ഖുറാനിലുള്ളതല്ലേ. മുർത്തതിനെ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ പറഞ്ഞതല്ലേ? അത് തന്നെ പറയുന്നത്. ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നത് പറഞ്ഞില്ലേ? ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ടും ചോദിക്കും. ഞങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. നിങ്ങൾ ഇന്ത്യ ദേശത്ത് ഇന്ത്യ ദേശത്ത് ഒരു കൊലപാതകം ചെയ്താൽ അവർക്ക് ശിക്ഷ കിട്ടുമോ ഇല്ലയോ? ഇന്ത്യൻ നിയമത്തിൽ കൊലപാതകം ചെയ്യാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല. കൊലപാതകം ചെയ്ത് മോഷ്ടിച്ചു പോയി കൊലപാതകം ചെയ്തവനെ ശിക്ഷിക്കുമോ ഇല്ലയോ? ഇന്ത്യൻ നിയമത്തില് ശിക്ഷിക്കും. അതിന് മോദിയെ കുറ്റം പറയാൻ പറ്റുമോ? മോദി ഞങ്ങളെ കൊന്നു എന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യയിലെ നിയമമാണത്. അതുപോലെ യഹൂദന്മാരുടെ നിയമമായിരുന്നു. അഹങ്കരിച്ച് ദൈവത്തിന് എതിരായി കൊലപാതകങ്ങൾ ചെയ്തും മോഷ്ടിച്ചും സാമൂഹ്യ ദ്രോഹം ചെയ്ത് നടന്ന മനുഷ്യർക്ക് അവർക്ക് മരിക്കേണ്ടി വരും. അതിലെന്താ തെറ്റ്? അല്ല ലീ സിസ്റ്റർ, അവിടെ ആ വാക്യത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനല്ല സിസ്റ്റർ. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ വാക്കിനെ പിടിക്കാൻ വേണ്ടി വരുന്നത് ഇവിടെ പറയുന്ന വാക്യം ഇങ്ങനെയാണ്. അത് ഈ മാത്യു ബ്രദറെ അതൊന്നും നോക്കണം നിങ്ങൾ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് അവിടെ ശുശ്രൂഷ ചെയ്തു നിൽക്കുന്ന പുരോഹിതന്റെയോ ന്യായാധിപന്റെയോ വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കണം. ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. 13-ാമത്തെ വാക്യം പറയുന്നത് ഇനി അഹങ്കാരം കാണിക്കാതിരിക്കേണ്ടതിന് ജനമെല്ലാം കേട്ട് ഭയപ്പെടണം. അവിടെ കാണിച്ചാൽ മാത്രമാണ് അവൻ മരിക്കേണ്ടത്. കാരണം എന്താണ്? പുരോഹിതന്റെ ന്യായാധിപന്റെ വാക്ക് കേൾക്കുന്നവൻ അവിടെ മരിക്കാൻ പറയുന്നില്ല. അഹങ്കാരം കാണിച്ചു, കാരണം വാക്ക് കേട്ട് അഹങ്കാരം കാണിക്കാതെ ജീവിക്കുന്നവനോടെ മരണമില്ല. മനസ്സിലായി? ഇവര് വന്നിട്ട് അതിനെ മറ്റൊരു രീതിയിലേക്ക് അടിച്ചേൽപ്പിക്കാണ്. ഞാൻ ചോദിച്ചതിന് ഇപ്പോഴും ബ്ലാക്കിന് മറുപടി ഇല്ല. താങ്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞില്ല. ഏത് ഖുറാൻ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാതന്ത്ര്യം? ഞാൻ പറയട്ടെ, ഒരു നിയമം വരണമെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതി അവിടെ നടക്കണം. അങ്ങനെ ഒരു സംഗതി ആ നിയമം ആ സംഭവം നടന്നത് വായിച്ചോളൂ.
അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലല്ലേ ഒരു നിയമം വരും അവിടെ. നടന്നത് വായിച്ചോളൂ, നടന്നത് അത് വായിക്കും. നിങ്ങളിപ്പോ അങ്ങനെ പറഞ്ഞല്ലോ ഒരാളെ അവിടെ നടന്നിട്ടുണ്ടെന്ന് കൊന്നിട്ടുണ്ടാവാം. പറഞ്ഞില്ലേ, വായിച്ച്. ഒരു നിയമം അത് രണ്ടും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനവിടെ സ്ഥാപിക്കേ. നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം, എന്താ ബൈബിളിനകത്തൊന്നും അത് സ്ഥാപിക്കാതെ വെറുതെ വർത്താനം പറയാൻ ബ്ലാക്കേ കയറി വരരുത്. ഞാൻ അങ്ങനെ അതിനു മുമ്പ് അവിടെ അഹങ്കാരം കാണിച്ച് അങ്ങനെ ചെയ്തതിനുള്ള ഇത് കാണിക്കും നീ. ഒരു നിയമം എങ്ങനെയാ പിന്നെ വരുന്നത്? ആ ഒരു നിയമം അതാണ് വരണ്ട. നിയമം എന്നുണ്ടെങ്കിൽ ഞാൻ ഖുറാനിൽ ഖുറാനിലെ ഒരു നിയമം എങ്ങനെ വന്നതെന്നൊന്ന് ചോദിച്ചോട്ടെ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും സുഹൃത്തെ. നിങ്ങൾ അത് കൊന്നിട്ടില്ല, അല്ല അത് നിന്നെ ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. അല്ലല്ല നിക്ക് ഒരു എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ? മിനിറ്റ് ബ്ലാക്ക്, ഞാനൊരു കാര്യം ഞാൻ പറയാം. ഞാനിവിടെ ഇപ്പൊ എന്നോട് ചോദിച്ചു, ആവർത്തന പുസ്തകം 17, 12, 13 വെച്ചുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ തിരിച്ചു ചോദിച്ചു താങ്കളോട്, താങ്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഉണ്ടെന്ന് പറഞ്ഞു. ഏത് ഖുറാന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ചോദിച്ചിട്ട് താങ്കൾ മിണ്ടുന്നില്ല, ആ വഴിക്ക് വരുന്നില്ല. കാരണം എന്താ? അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്ലാം അല്ലാത്തവരെ കൊന്നു തിന്നാൻ, സ്വന്തം ബാപ്പയുടെ തല വെട്ടി ഫുട്ബോൾ പോലെ കളിച്ചു നടക്കണമെന്ന് നിന്നെയൊക്കെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന നിന്റെ മുഹമ്മദ് പഠിപ്പിച്ചതിന് പ്രകാരം നിനക്കതിന് മറുപടി തരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അബ്ദുൽ നാസർ അതിരി പറഞ്ഞത്, ഫുട്ബോൾ പോലെ തല വെട്ടിക്കളഞ്ഞു, തട്ടിക്കളിച്ചു. വേറൊരുത്തരും അത് കേട്ടിട്ട് പറഞ്ഞു, രോമാഞ്ചിഫിക്കേഷൻ എനിക്ക് ഉണ്ടായി അത് കേട്ടപ്പോഴെന്ന്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവരെ നീ മൈക്ക് മ്യൂട്ട് ചെയ്യ്, നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയാൻ നിനക്കതിന് മറുപടി പറയാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഇസ്ലാമിലെ സ്വാതന്ത്ര്യം എന്താണെന്ന് ഞാൻ കുറച്ചങ്ങോട്ട് ഞാൻ പറയട്ടെ, പറഞ്ഞു. എനിക്കും കുറച്ച് ടൈം താ. ഇപ്പൊ നിങ്ങൾ ഇതിനെ മെയ്കില്ലേ? ഞാൻ തരാലോ, എനിക്കൊരു കുഴപ്പമില്ല. നിനക്ക് ടൈം തരുന്നതിന് കുഴപ്പമില്ല. ഞാൻ പറയട്ടെ അജീഷേ. എടാ ഞാൻ നിന്റെ മുഖത്ത് കയറി ഇരിക്കുകയല്ല മെഴുകാൻ, നീ അവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചോദിച്ച ചോദ്യം മ്യൂട്ട് ചെയ്തിരിക്കണം. ബ്ലാക്ക്, ഉത്തരം കേൾക്കാൻ ക്ഷമയുണ്ടാകണം. ഞാൻ ആദ്യമേ പറഞ്ഞു ബഹളം ഉണ്ടാക്കരുത്. നിങ്ങളൊരു നല്ല ചോദ്യം ചോദിച്ചു, നല്ല ഉത്തരം. ഇത് ഒരു ഒറ്റവാക്കിൽ ഉത്തരമല്ല, ഇത് 25 മാർക്കിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അപ്പൊ ക്ഷമയോടെ കേട്ടിരിക്ക്. ഉത്തരം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചോദ്യം വരാം. അജീഷ് ബദർ പറഞ്ഞോളൂ. ഇനി മൈക്ക് എടുക്കരുത് കേട്ടോ ബ്ലാക്ക്. ഞാൻ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ. ഈ ബൈബിൾ വാക്യം വെച്ചുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു. കാരണം അതിൻ്റെ അകത്ത് തന്നെ ചോദ്യവും ഉത്തരവും കിടക്കുകയാണ്. ഞങ്ങളുടെ ബൈബിളിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അതിവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ആ ചോദ്യത്തിൽ തന്നെയാണ് അതിനുള്ള മറുപടി ഉള്ളത്. കാരണം എന്താ? നിന്റെ ദൈവമായ യഹോവയ്ക്ക് അവിടെ ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്ന പുരോഹിതന്റെയോ ന്യായാധിപന്റെയോ വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കണം. അഹങ്കാരം കാണിച്ചാലല്ലേ മരിക്കേണ്ടി വരൂ. വാക്കുകളെ കേട്ട് ജീവിക്കുന്നതിന് എങ്ങനെ അവിടെ ഒരു മരണത്തിന്റെ ആവശ്യം വരും? ഇല്ല. ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. അതൊരു ദോഷമാണ്. ഇസ്രായേലിന്റെ ന്യായാധിപന്റെയോ പുരോഹിതന്റെയോ വാക്ക് കേൾക്കാതെ അഹങ്കാരം കാണിച്ചു കിടക്കുന്ന ഇസ്രായേലിൽ ദോഷമാണ്. ഇനി അഹങ്കാരം കാണിക്കാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? ജനമെല്ലാം കേട്ട് ഭയപ്പെടണം. അതെ, ഞാൻ പുരോഹിതന്റെ ന്യായാധിപന്റെ വാക്ക് കേട്ട് അഹങ്കാരത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ, അത് കേൾക്കാതെ അഹങ്കാരം ജീവിച്ചു കിടന്ന് ഞാൻ മരിച്ചു പോലും എന്നുള്ള ഭയം അവിടെ ഉണ്ടാകും. ആ ഭയപ്പാട് വെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ചോദ്യവും കിടപ്പുണ്ട്, ഉത്തരവും കിടപ്പുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചു, അതിപ്പോ ബ്ലാക്ക് എന്ന് പറയുന്ന സുക്കൂർ എന്നോട് ചോദിച്ചു, അജീഷ് വേറെ അന്നേരപ്പോ സ്വാതന്ത്ര്യം ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് പുരോഹിതന്റെ ന്യായാധിപന്റെ വാക്ക് കേട്ട് ജീവിക്കുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ദൈവസന്നിധി സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്നു. അഹങ്കാരം കാണിച്ചു നടക്കുന്നവനല്ലേ സ്വാതന്ത്ര്യമില്ലാതെ അടിമത്തത്തിൽ പോരുക. ഞാൻ അന്നേരപ്പം ചോദിച്ചു, നിങ്ങൾക്ക് സുക്കൂറിന് സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സുക്കൂർ പറയുകയാണ് ഉണ്ടെന്ന്. എവിടെ? ഏത് ഖുറാന്റെ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് അധ്യായം? 1 മുതൽ 114 അധ്യായമുള്ള ഖുറാൻ ആയത്തിൽ എവിടെയാണ് സുക്കൂറെ നിനക്ക് അള്ളാഹു സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്നുള്ളതിന്റെ വാക്കൊന്ന് ഒരായത്ത് പറഞ്ഞു തന്നേ. നീ അടുത്ത വിഷയത്തിലേക്ക് ഇത് പോകാതെ. സുക്കൂറെ. ഓക്കെ അജീഷേ. ഒന്നാമത് ഒരു വിശ്വാസം ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശ്വാസികൾ ഉണ്ടാവും, വിശ്വസിക്കാത്ത ആളുകളും ഉണ്ടാവും. ഈ വാക്യം വെച്ചാണെങ്കിൽ അവിടെയുള്ള വിശ്വാസികളെ എല്ലാം കൊന്നു തള്ളിയിട്ടുണ്ടാവാം. അജീഷേട്ടാ, അങ്ങനെയല്ലേ ഉണ്ടാവാ? ഞാനതിന് മറുപടി പറയത്തില്ല. കാരണം നിന്റെ ഉണ്ടാവാന്ന് പറയുന്ന നിനക്ക് പോലും ബോധമില്ലാത്ത ചിന്തയ്ക്ക് ഞാനതിന് മൂളേണ്ട കാര്യമില്ല. എന്നുണ്ടെങ്കിൽ കൊന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ തെളിവ് വെച്ച് നീ സംസാരിക്കണം. ഞാൻ വിശുദ്ധ വേദോസത്തിൽ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്, അല്ലാതെ കാക്കാന്റെ വീട്ടിൽ ആമാടപ്പെട്ടിക്കാതിരിക്കുന്ന ഖുറാനിൽ നിന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നതല്ല. ആ ചോദ്യത്തിന് അവിടെ തന്നെ മറുപടി കിടപ്പുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചു, നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ പറ, നിനക്ക് ഖുറാനിൽ എവിടെയാണ് നിനക്ക് അള്ളാഹു സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്? അതിന് മറുപടി താന്നേ.
അതിന് മറുപടിയാ. ഖുറാനിൽ ഏതായത്തും പ്രകാരമാണ് മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളത്? അടിമത്തത്തിൽ കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അടിമയല്ല എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നീ സ്വാതന്ത്ര്യം, അള്ളാഹുവിന്റെ അടിമയല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തെളിവ് വെച്ച് സംസാരിക്കുന്നേ. നിങ്ങള് എന്ത് വിശുദ്ധ വേദ പുസ്തകം, എന്തോ വിശുദ്ധ വേദ പുസ്തകം എന്ന് പറഞ്ഞില്ലേ? പഴയ നിയമം പുതിയ നിയമം എല്ലാം നിങ്ങളുടെ തന്നെ. എന്താണ് ഞാൻ തെളിവ് കാണിച്ചു തരാം നിങ്ങൾക്ക്. യേശുക്രിസ്തു പറയുന്നുണ്ട്. എന്റെ ചോദ്യത്തിന് മറുപടി തന്നെ, നിങ്ങൾക്ക് ഖുറാനിൽ നിന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ പരിശുദ്ധ ഖുറാനെന്ന് നിങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാത്തിനേക്കാളും പരിശുദ്ധിയുള്ള ഖുറാൻ, ഈ ഖുറാന്റെ അകത്ത് എവിടെയാണ് സുക്കൂറെ ബ്ലാക്ക്? നിനക്ക് ഞാൻ ഖുറാൻ പരിശുദ്ധമാണോ അശുദ്ധമാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് നിങ്ങൾ പരിശുദ്ധമെന്ന് നിങ്ങൾ പറഞ്ഞു നടക്കുന്ന ഖുറാന്റെ അകത്ത് എവിടെയാണ് ബ്ലാക്കിന് സ്വാതന്ത്ര്യമുള്ളതെന്നുള്ള ആയത്ത് തന്നാ പോരെ? എന്തിനാണ് ഈ കിടന്നുകൊണ്ട് വിഷയം മാറ്റി പോകേണ്ട കാര്യം? പരിശുദ്ധമാണ് ഖുറാൻ എന്ന് ബ്ലാക്കിന് ഉറപ്പുണ്ടെങ്കിൽ ബ്ലാക്ക് പറഞ്ഞു തരുതേ, ഇന്ന അധ്യായത്തിൽ ഇത്രാമത്തെ ആയത്തിൽ ഞാൻ സ്വാതന്ത്ര്യമുള്ളവനാണ്, ഞാൻ അടിമയല്ല, എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് നിങ്ങൾ കാണിച്ചു തരൂ. എത്ര നല്ല ചോദ്യമാണ് ബ്ലാക്ക്. അജീഷേ, ചോദിച്ചോളൂ, പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ബോധ്യമുണ്ട്. എനിക്ക് സ്വാതന്ത്ര്യമുള്ള മതത്തിലാണ് ഞാൻ ജനിച്ചത്. കൃത്യമായ സ്വാതന്ത്ര്യമുള്ള മതത്തിൽ തന്നെയാണ് ജനിച്ചത്. ഞാൻ നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ചോദിക്കുന്നത്. നിങ്ങൾ വിശുദ്ധ വേദ പുസ്തകം എന്ന് പറയുന്നത് പുതിയ നിയമം പഴയ നിയമം നിങ്ങളുടെ വിശുദ്ധ വേദ പുസ്തകമാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. എന്റെ ചോദ്യം അതല്ല ബ്ലാക്ക്. നിങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള മതത്തിലാണ് ജനിച്ചതെങ്കിൽ ആ മതത്തിന് ഒരു പരിശുദ്ധ ഗ്രന്ഥം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് നിങ്ങൾ പരിശുദ്ധ ഖുറാൻ എന്ന് പറയുന്നത്. ആ പരിശുദ്ധിയിലുള്ള ഖുറാന്റെ അകത്ത് ഏതായത്തും പ്രകാരമാണ് താങ്കൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ അടിമയല്ല, ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വാതന്ത്ര്യമുള്ളവനാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയല്ല, ഞാൻ സ്വാതന്ത്ര്യമുള്ളവനാണെന്ന് നിങ്ങളും തെളിയിച്ചു തന്നാൽ പോരെ? ഒരു ഖുറാനായത്ത് വെച്ചാൽ പോരെ? നിങ്ങൾ സ്വാതന്ത്ര്യമുള്ള മതത്തിലാണ് ജനിച്ചതെന്നുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യമുള്ള മതത്തിന് ഒരു പുസ്തകമുണ്ട്, ഒരു പ്രമാണമുണ്ട്. അതാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പരിശുദ്ധ ഖുറാൻ എന്ന് നിങ്ങൾ പറയുന്ന സംഭവം. ആ പരിശുദ്ധ ഖുറാനിൽ നിന്ന് കാണിച്ചു തന്നാൽ മതി. ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, അനേക ചർച്ചകളിലേക്കൊന്നും പോകുന്നില്ലല്ലോ. ഒരായത്ത് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ അജീഷ് അതിനെപ്പറ്റി ചോദിക്കുവോ? ഇല്ല. അപ്പൊ ബ്ലാക്ക് എന്ന് പറയുന്ന ഈ മുസൽമാൻ, അത് സത്യസന്ധമായ മുസ്ലിം ജീവിതം ജീവിക്കുന്ന, ഇപ്പോൾ തന്നെ പറഞ്ഞു മതത്തിൽ സ്വാതന്ത്ര്യമുള്ള മതത്തിലാണ്, ആ മതത്തിന് ഒരു പ്രമാണം ഉണ്ടെങ്കിൽ, പരിശുദ്ധമായ ഒരു പ്രമാണം ഉണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ആയത്ത് തന്നെങ്കിൽ തെളിയിച്ചരുതേ, ഞാൻ പരിശുദ്ധമായ ഒരു പുസ്തകത്തിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധമായ പുസ്തകം പ്രകാരം ആ ഇന്ന ആയത്തും പ്രകാരം എനിക്കിതേ സ്വാതന്ത്ര്യമുണ്ട്. അത് തെളിയിക്കുന്നോണ്ട് എന്താ കുഴപ്പം? അത് തെളിയിച്ചാ പോരെ? ആ ശരി, ആയത്ത് തന്നേര്. അൽ അംബിയായിൽ 21:47 ഇങ്ങനെ പറയുന്നത്, ഉയർത്തെഴുന്നേറ്റിന്റെ നാളിൽ നാം നീതിയുടെ തുലാസുകൾ സ്ഥാപിക്കുന്നു. അതിനാൽ ഒരു ആത്മാവും അന്യായമായി പെരുമാറുകയില്ല. ഒരു കടുമണി 21:40 പെരുമാറുകയില്ല. ഒരു കടുമണി തൂക്കമുണ്ടെങ്കിൽ നാം അത് പുറത്തു കൊണ്ടുവരും. കണക്ക് നോക്കാൻ ഞാൻ തന്നെ മതി. അള്ള പറയുന്ന 21:41. അതുകൊണ്ടാണ് എന്ത് ചെറിയ നന്മ ചെയ്താലും അത് ദൈവം തരും നമുക്ക്. നിങ്ങളെ മതം വെച്ച് അങ്ങനെ ചെയ്യാൻ കഴിയോ? 21:47 നിങ്ങളുടെ മതം വെച്ച് അങ്ങനെ ചെയ്യാൻ കിട്ടോ? ഞാൻ ചോദിക്കുന്ന നമ്പർ പറ സുഹൃത്തെ. 47 അല്ല, 7 എന്നാണെങ്കിൽ 7 എന്ന് പറയണം, 7 അല്ല. ഓക്കെ സുഹൃത്തെ, നാവ് പഠിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. 41 ഇസ്ലാമിലുള്ള നിങ്ങൾക്ക് നാക്കുപടി ഇല്ലല്ലോ, വേറെ സ്ഥലത്താണല്ലോ പടി. 41:47 47 അല്ല, 47 7 പറഞ്ഞു പഠിക്കും. ഖിയാമത്ത് നാളിനായി നാം നീതിയുള്ള തുലാസുകൾ ഏർപ്പെടുത്തും. അങ്ങനെ പറഞ്ഞു പഠി. അത് നമ്മളിന്ന് പഠിക്കണല്ലോ. ഖിയാമത്ത് നാളിനായി നാം നീതിയുള്ള തുലാസുകൾ ഏർപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഒരാളോടും ഒരനീതിയും കാണിക്കപ്പെടുന്നതല്ല. അത് ഒരു കടുകുമണി തൂക്കമാണെങ്കിലും നാം അത് കൊണ്ടുവരുന്നതാണ്. കണക്കെടുക്കുന്നവരായി നാം തന്നെ മതി. ഇതിന്റെ അകത്ത് എവിടാണ് താങ്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത്? അതാണ് സ്വാതന്ത്ര്യം. അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല. എനിക്ക് എന്ത് നല്ല കാര്യങ്ങളും ചെയ്യാം.
ഇതിലൊരു സ്വാതന്ത്ര്യം നിങ്ങൾ ഞാൻ കാണില്ല. ചോദിച്ചത് കാരണം എന്താ? അല്ല നിങ്ങൾ ബൈബിളിലെ പാപികളാണ് നിങ്ങൾ. അതുകൊണ്ട് ബ്ലാക്ക് ഞാൻ ചോദിച്ചത് എന്താണ്? താങ്കൾ പറഞ്ഞു താങ്കൾ സ്വാതന്ത്ര്യമുള്ള മതത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു. സ്വാതന്ത്ര്യമുള്ള മതത്തിലാണ് ജനിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നതിന്റെ അകത്ത് ഇസ്ലാമിൽ ജനിച്ചു വീഴുന്ന ആൾക്കാർ അള്ളാഹുവിന്റെ അടിമത്തത്തിലല്ല സ്വാതന്ത്ര്യത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവ് തരാനാ പറഞ്ഞത്. ഇത് ഖിയാമത്ത് നാളിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പരലോകത്തെ സ്വാതന്ത്ര്യം പോലും ഇല്ല. അവിടെ അള്ളാഹു ഓരോരുത്തർക്കും ആവശ്യമായ ആൾക്കാരെ, ഉസ്താക്കന്മാരെ ഓരോരുത്തർക്കും തരംതിരിച്ച് തട്ടുകളായിട്ടാണ് സ്വർഗത്തിൽ പോലും കസേരയിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ബ്ലാക്ക്, ഈ ഭൂമിയിൽ നിങ്ങളിപ്പോ ഇവിടെ ആയിരിക്കുന്നല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ ജനിച്ചെന്ന്, നിങ്ങൾ മരിച്ചിട്ടില്ലല്ലോ, ജീവനുള്ളതുകൊണ്ടാണല്ലോ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത്, ഖിയാമത്ത് നാളിലല്ലല്ലോ. അപ്പൊ എന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ താങ്കൾ സ്വാതന്ത്ര്യമുള്ള മതത്തിലാണ് ജനിച്ചതെന്നുണ്ടെങ്കിൽ ആ മതസ്വാതന്ത്ര്യം കിട്ടിയ ഖുറാനായത്ത് തരാനാണ് ഞാൻ പറയുന്നത്. ഇത് താങ്കൾ വെറുതെ മറ്റുള്ളതിലേക്ക് കൊണ്ടുപോകല്ലേ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം, അള്ളാഹുവിന്റെ അടിമയല്ല ഞാൻ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണെന്ന് പറയുന്ന ഖുറാനായത്ത്. ബ്രോ, ഈ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്, ഈ മുസ്ലിങ്ങൾ മാത്രമേ അടിമകൾ എന്നല്ല വിശ്വസിക്കുന്നത്. നീയും അച്ഛനും ലീയും എല്ലാവരും ദൈവത്തിന്റെ അടിമകളാണ്. അടിമ എന്നതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയോ? നിങ്ങൾ യേശു ക്രിസ്തുവിലെ വിശ്വസിക്കുന്നു, ആ വിശ്വാസമാണ് അടിമ. വിശ്വസിക്കാൻ പറഞ്ഞ് കൽപ്പിക്കുന്നവൻ യജമാനൻ, അതനുസരിക്കുന്നവൻ അടിമ. അതാണ് അതിന്റെ ഉത്തരം. ബ്ലാക്ക്, എന്നെ കൊണ്ട് ദേഷ്യപ്പെടുത്തരുത്, എന്നെ കൊണ്ട് ദേഷ്യം വർദ്ധിപ്പിക്കരുത്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അജീഷ്. ഇല്ല അത് പുള്ളി പറയാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാവോ? പുള്ളി പെട്ട് നിൽക്കുക. പുള്ളി പറഞ്ഞു അല്ല നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറരുത്. നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. അല്ല, ഇടയ്ക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വാക്കിനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ലീസിസ്റ്റർ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു പുള്ളി പൂർണ്ണമായും സ്വാതന്ത്ര്യമുള്ള മതത്തിലാണ് ജനിച്ചതെന്ന് പുള്ളി പറഞ്ഞു. ഒന്ന്, ഞാനപ്പോ ചോദിച്ചു അള്ളാഹുവിന്റെ അടിമയല്ല, ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യവാനാണെന്നുള്ള ഇത് തരാൻ പറഞ്ഞു. പുള്ളി നേരെ പെട്ടു. ഇപ്പൊ പറഞ്ഞെന്താണ്, ഞങ്ങൾ അടിമയാണ്, ഞങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങളുടെ വിശ്വാസം മുസ്ലിങ്ങൾ മാത്രം അടിമയാണെന്നല്ല, നീയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയാണ് ഉദ്ദേശിച്ചത്. ഞാനും ഇവിടെ ഇരിക്കുന്ന അച്ഛൻ കുഞ്ഞാനും ലീസിസ്റ്ററും ബിജു ബ്രദറും ഇവിടെയുള്ള ബാക്കിയുള്ളവരും മുഴുവനും അടിമകളാണെന്നാണ് പറയുന്നത്. പിന്നെ ആര് ഓർഡർ ഇടുന്നോ ആ ഓർഡർ ഇടുന്നവന്റെ അടിമയാണ് എന്നാണ് ഇപ്പം ഇദ്ദേഹം പറഞ്ഞു വെച്ചത്. ഓക്കെ, അപ്പം ബ്ലാക്ക് അടിമയാണ്, ഓർഡർ ഇടുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തവനാണെന്ന് ബ്ലാക്ക് തെളിയിച്ചു. ശരിയല്ലേ ബ്ലാക്ക്? ഞങ്ങളുടെ വിഷയം വിട്ടേര്. നിങ്ങളുടെ മതത്തിന്റെ, നിങ്ങളുടെ ദൈവം പറയുന്ന ഓർഡറിന്റെ മുമ്പില്, അല്ലല്ല, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ദൈവം ഇടുന്ന ഓർഡറിന്റെ മുമ്പില് നിങ്ങൾ എന്താണ്, അടിമയാണെന്ന് ബ്ലാക്ക് ഇവിടെ പറഞ്ഞു. ശരിയല്ലേ ബ്ലാക്ക്? അടിമ എന്നതിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ അടിമ എന്നത് നിങ്ങളുടെ ഭാര്യയെ കാണുന്ന പോലെയാണ്. നിങ്ങൾ ഈ അടിമ, അതാണ് അടിമയാക്കി വെച്ചത്. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉദാഹരണത്തിന് പോലും ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ഞാൻ ഒന്നും കേൾപ്പിച്ചിട്ടില്ല. ഉദാഹരണത്തിനാണെങ്കിലും വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു മോനെ, പിന്നെ നീ മുഹമ്മദിന്റെ വീട്ടിലുള്ള ആ സാധനങ്ങൾ മുഴുവനും ഞാൻ എടുത്തിട്ട് പുറത്തേക്ക് ഇടും. ഞാൻ മര്യാദക്കാണ് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ക്രിസ്തുവിൽ ഞാനും എന്റെ ഭാര്യയും സ്വാതന്ത്ര്യത്തോട് തന്നെയാണ് ജീവിക്കുന്നത്. ഒന്ന് പറഞ്ഞേക്കാം, ബൈബിളിന്റെ അകത്ത് വിശുദ്ധ വേദപുസ്തകം ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ എന്റെ ഭാര്യയെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പാട്ടത്തിന് കൃഷിയിടമൊന്നും പറഞ്ഞ് ഇറക്കി വിട്ടിരിക്കുന്ന കണക്ക് കുറെ എണ്ണത്തിനെ കൃഷി ഭൂമിയാക്കി വെച്ചിട്ടില്ല. മുമ്പിലൂടെയും പുറയിലൂടെയും വേണം കയറ്റിക്കോന്നും പറഞ്ഞുകൊണ്ട് സുന്നത്തും ചെയ്ത് മറ്റേ ഇതിന്റെ അകത്ത് കൊണ്ടുപോയി മറ്റേ സാധനം കട്ട് ചെയ്ത് സുന്നത്തും ഉണ്ടാക്കി വെച്ച് ജീവിക്കാൻ, അത് കണക്ക് തന്നെ 4 ഒരെണ്ണമായിട്ട് ജീവിക്കാനൊന്നും എന്റെ പുസ്തകം എന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്റെ ഭാര്യനെ ഏക ഭർത്താവിന്റെ ഭാര്യയായിട്ടും ഏക ഭാര്യയുടെ ഭർത്താവായിട്ടും വിശുദ്ധ വേദപുസ്തകം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കും. ഞങ്ങൾ അങ്ങനെ ചെയ്യും. അല്ല നിന്റെ കുടുംബത്തിൽ ഉണ്ടാക്കി ഞാനിത് പറയാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ പറയും ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു നിന്റെ കുടുംബത്തിൽ, നിന്റെ വീട്ടിൽ, നിന്റെ ആൾക്കാർ കൃഷിഭൂമിയായിട്ട് കുറെ എണ്ണത്തിനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കണക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയിട്ടിട്ടില്ല. ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല. കാരണം നീ തുടങ്ങി വെച്ചു, ഞാൻ തീരുമാനിച്ചിരിക്കുക ഇങ്ങോട്ട് ഏത് മറുപടി വരുന്നോ അതിന് തന്നെ തിരിച്ചടിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പറയാണ് അത് വേണ്ട. നിന്നോട് ഞാൻ ചോദിച്ചു ഖുറാന്റെ അകത്ത് ഏതായത്തും പ്രകാരമാണ് നീ അള്ളാഹുവിന്റെ അടിമയല്ലാതായിരിക്കുന്നത്? നീ അള്ളാഹുവിന്റെ അടിമയല്ല, ഞാൻ ദേ ഇന്ന ആയത്തും പ്രകാരം അള്ളാഹുവിന്റെ അടിമയല്ല എന്നുള്ളത് നിനക്ക് തെളിയിക്കാന്നുണ്ടെങ്കിൽ നീ തെളിയിക്കുക. അതല്ലേ വേണ്ടത്.
വെറുതെ എന്തിനാ ആവശ്യമില്ലാതെ നീ ബാക്കിയുള്ളത് സംസാരിച്ചുകൊണ്ട് പോകേണ്ട കാര്യം? ഏ അത് സംസാരിക്കും. ഏത് ആയത്തും പ്രകാരം 1 മുതൽ 114 അധ്യായമുള്ള അള്ളാഹു മലക്ക് വഴി മുഹമ്മദിന് ഇറക്കി കൊടുത്ത ഖുറാന്റെ അകത്ത് ഏത് ആയത്തും പ്രകാരമാണ് നീ സ്വാതന്ത്ര്യത്തോടുകൂടി തന്നെ ജീവിച്ചത്, ജനിച്ചത്? ഏത് മതത്തിൽ? ആ മതത്തിന്റെ പരിശുദ്ധ ഖുറാൻ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഖുറാൻ വെച്ചുകൊണ്ട് നിങ്ങൾ പറയൂ, ദേ ഞാൻ അള്ളാഹുവിന്റെ അടിമയല്ല, ഞാൻ സ്വാതന്ത്ര്യത്തിൽ, ഞാൻ അടിമയല്ല, ഞാൻ സ്വാതന്ത്ര്യത്തിലാണ് ജീവിക്കുന്നത്. അതങ്ങ് ആയത്ത് തന്നാ പോരെ, പ്രശ്നം തീർന്നില്ലേ? ആരാണ് ഇപ്പൊ വന്നത്? സോറി അജീഷേ, സോറി അജീഷേ, സോറി ട്ടോ. നമ്മളെ ശാന്തം ബ്രദറാ വന്നിരിക്കുന്നത്. അല്ല, ഈ അജീഷ് ഇപ്പൊ പറഞ്ഞ ആരെ പറ്റിയാ? ബ്ലാക്കിനോടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന് പറയുന്ന ആള് വന്നിട്ട് ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം പ്രകാരം ഞാൻ മറുപടി കൊടുത്തതിന് ശേഷം ഞാൻ തിരിച്ചു ചോദിച്ചു, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ബ്ലാക്ക് നീ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ബ്ലാക്ക് പറഞ്ഞു, ഞാൻ സ്വാതന്ത്ര്യമുള്ള മതത്തിലാണ് ജീവിക്കുന്നത്, ഞാൻ അടിമയല്ല എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ അടിമയല്ല, ഞാൻ സ്വാതന്ത്ര്യത്തോടെയാണ് ജീവിക്കുന്നത്, പുള്ളിയെ സ്വാതന്ത്ര്യമാക്കി കൊടുത്ത ഖുറാൻ ആയത്ത് തരാനാണ് കുറെ സമയമായിട്ട് ചോദിക്കുന്നത്. 1 മുതൽ 114 അധ്യായമുള്ള ഖുറാന്റെ അകത്ത് എവിടെയാണ് ആ സ്വാതന്ത്ര്യമുള്ള ആയത്ത് കിട്ടിയിരിക്കുന്നത്? എനിക്ക് അതൊന്ന് കിട്ടിയാൽ മതി. അപ്പൊ പിന്നെ ഞാൻ ആ വിഷയം വിട്ടു, പിന്നെ പരിപാടി കഴിഞ്ഞു. ബ്ലാക്ക് ഉത്തരവുണ്ടോ? ഞാൻ പറയുന്നത് എനിക്ക് സ്വതന്ത്രമായ ഒരു മതമുണ്ട്. ഇസ്ലാം എന്ന ഏറ്റവും വലിയ സ്വതന്ത്രമായ മതം. മറ്റൊരു മതങ്ങൾക്കും അർഹിക്കാനാവാത്ത അത്രയും സ്വാതന്ത്ര്യം ഇസ്ലാമിലുണ്ട്. ബ്ലാക്ക് സ്വതന്ത്ര മതം ഉണ്ടോന്നല്ല എന്റെ ചോദ്യം. നിങ്ങൾ പരിശുദ്ധമാണെന്ന് പറഞ്ഞിരിക്കുന്ന ഖുറാൻ, താങ്കൾ പറഞ്ഞല്ലോ പരിശുദ്ധ ഖുറാൻ, എല്ലാരും പറയുന്നു പരിശുദ്ധ ഖുറാൻ. മുസ്ലിങ്ങളായിട്ടുള്ളവരെല്ലാരും പറയുന്നു, മുസ്ലിങ്ങളോട് മനസ്സിനൊക്കെപ്പെട്ടവരും പറയുന്നു പരിശുദ്ധ ഖുറാൻ. ഓക്കെ, ആ പരിശുദ്ധ ഖുറാന്റെ അകത്ത് എവിടെയാണ് അള്ളാഹുവിന്റെ അടിമത്തത്തിൽ നിന്നും മാറിയിട്ട് താങ്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആയത്ത് എവിടാന്നാണ് എന്റെ ചോദ്യം. അതിനൊരു വളരെ സന്തോഷത്തോടെയല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സന്തോഷത്തോടെ തന്നെ അങ്ങ് പോട്ടെ. അതുകൊണ്ടാണ് പറയുന്നത്, എവിടെയാണ് ആ ഒരു ആയത്ത് നമുക്ക് ലഭിക്കുകയാണ്, പിന്നെ ഇത്രയും പ്രശ്നമില്ലല്ലോ. നമുക്ക് ആ പ്രശ്നം ഇത് കഴിഞ്ഞു. നമുക്ക് ആ ഒരു ആയത്ത് കിട്ടിയാൽ മതി, ഞാൻ വായിച്ചോളാം. നിങ്ങൾ ഏത് അധ്യായമാണെന്ന് പറഞ്ഞാൽ മതി. ആ ആയത്ത് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനെടുത്ത് വായിക്കാം. ഇപ്പൊ ഈ ആയത്ത് എടുക്കാന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നു, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ബ്ലാക്കിനേക്കാൾ കൂടുതൽ ഞാനിപ്പോ ഖുറാൻ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, തഫ്സീർ അടക്കമായിട്ട്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. 1-ാം അധ്യായോ 2-ാം അധ്യായോ 3-ഓ 4-ഓ 144 വരെയുള്ള എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, നമുക്കത് പെട്ടെന്ന് എടുക്കാവുന്നേ ഉള്ളൂ. നമ്പർ പക്ഷെ ഒരു കാര്യം, നമ്പർ പറയുമ്പോഴത്തേനും കറക്റ്റ് ആയിട്ട് പറയണം. 47 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടത്തില്ല. 7, 6, അപ്പൊ ഈ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നതാണ്. അപ്പൊ അത് ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് അത് എടുത്ത് അജീഷ് ബ്രോ, ഞാൻ ഒരു സൂറത്ത് വായിക്കാം. നിങ്ങളുടെ മുഖം കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതിലല്ല പുണ്യം. എന്നാൽ അള്ളാഹുലും അന്ത്യനാളിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും സ്വത്തിനോട് പ്രിയമുണ്ടായിട്ടും അത് ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വൈപോക്കന്മാർക്കും ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിന് നൽകുകയും പ്രാർത്ഥന മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും കരാറിൽ ഏർപ്പെട്ടാൽ അത് നിറവേറ്റുകയും വിഷമവാദങ്ങൾ ദുരിതങ്ങളും നേരിടുമ്പോൾ യുദ്ധരംഗത്തും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്നവരോ അവരാകുന്നു പുണ്യവാന്മാർ. അവരാകുന്നു സത്യം. 2-ന്റെ വായിക്കുന്നത്. ആ സത്യം, അവർ തന്നെയാകുന്നു. നിങ്ങൾ ആയത്തിന്റെ നമ്പർ എന്നോട് പറഞ്ഞോ? ആയത്തിന്റെ നമ്പർ എന്നോട് പറഞ്ഞായിരുന്നോ? അല്ലല്ല, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ബ്ലാക്ക്, ശരി സമ്മതിച്ചു. ഈ ആയത്തിന്റെ നമ്പർ എന്നോട് പറഞ്ഞായിരുന്നോ? നമ്പർ പറഞ്ഞ ഞാൻ എല്ലാത്തിന്റെ ലാസ്റ്റ് അല്ലേ പറയല്? പറഞ്ഞില്ല, ലാസ്റ്റ് അല്ലേ ഞാൻ പറയല്? ബൈബിളിന്റെ ലാസ്റ്റ് ആണല്ലോ വായിച്ചത്. പക്ഷെ അതിനു മുമ്പേ നമ്മളിപ്പോ അതിനു മുമ്പേ പറഞ്ഞില്ല 2-ന്റെ 177 പശു 177 വായിച്ച് ചെറിയ പിള്ളേർക്ക് വരെ അറിയാം. അത് ചെറിയ പിള്ളേർക്ക് വരെ അറിയാം. ഞാൻ പറയലാണ് കാര്യങ്ങൾ, അറിയാല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞോട്ടെ, കുഴപ്പമില്ല, നല്ലതാണ്. ഓക്കെ, അന്നേരം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ മുഖങ്ങളെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിക്കുക എന്നതല്ല പുണ്യം, എന്നാൽ പുണ്യവാൻ ഒരുത്തനാണ്, അവൻ അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകരിലും വിശ്വസിച്ചിരിക്കുന്നു, ധനത്തോട് സ്നേഹം ഉണ്ടായിട്ട് കൂടി അവനത് നൽകുകയും ചെയ്യുന്നു,
അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും വഴിപോക്കർക്കും ആവശ്യപ്പെടുന്നവർക്കും അടിമമോചനത്തിനും അവൻ അവൻ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നു. കരാർ ചെയ്താൽ അത് പാലിക്കുന്നവരും വിഷമത്തിലും കഷ്ടപ്പാടിലും യുദ്ധാവസരത്തിലും ക്ഷമ പാലിക്കുന്നവരും അവരാണ് സത്യം പാലിച്ചവർ. അവർ തന്നെയാണ് മുത്തഖീങ്ങളും ഓക്കെ, എന്നുവെച്ചാൽ സൂക്ഷ്മത പറയട്ടെ, പാലിച്ചവരും. ഇനി പറയട്ടെ, ശരിയല്ലേ? ഇതല്ലേ ഇനി വായിച്ചത്? പറയട്ടെ. അത് തന്നെ വായിച്ചത്. എന്നിട്ട് ഇതിന്റെ ലാസ്റ്റ് അങ്ങനെ ചെയ്യാത്തവരെ കൊല്ലുക എന്ന് പറയുന്നുണ്ടോ ഖുർആൻ? അത് നിങ്ങളുടെ ബൈബിളല്ലേ പറയുന്നത്? നിങ്ങളുടെ ബൈബിൾ എന്താ പറയുന്നത്? ആ 178 ആയത്തൊന്ന് വായിച്ചേ. എന്ത്? 178 ആയത്ത് വായിച്ചേ. ഓക്കെ, അറിയണ്ടേ? ദൈവത്തോയെ മുസ്ലിങ്ങൾക്ക് പാട്ട് പാടാമോ? ഞാനാ പാടിയത്. ഓക്കെ, സോറി. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോ സാധു ഞാനീ ചോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നും വായിച്ചോ. വിശ്വസിച്ചവരെ പറയാ, കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ പ്രതിക്രിയ നടത്തൽ നിങ്ങളുടെ മേൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതായത് സ്വാതന്ത്ര്യത്തിനല്ല, സ്വതന്ത്രൻ അടിമയ്ക്ക് അടിമ, സ്ത്രീക്ക് സ്ത്രീ. അങ്ങനെ വായിക്കും. ഖുറാനേലും മര്യാദക്ക് വായിക്കും. സ്വതന്ത്രനും അടിമക്ക് അടിമയും സ്ത്രീക്ക് സ്ത്രീയും എന്ന നിലയിൽ. എന്നാൽ ആർക്കെങ്കിലും തന്റെ സഹോദരിൽ നിന്ന് വല്ല മാപ്പും ചെയ്ത് കിട്ടുന്ന പക്ഷം അപ്പോൾ ആചാര മര്യാദയെ പറ്റലും നല്ല നിലയിൽ അവനെ കൊടുത്തു വിടലുമാണ് വേണ്ടത്. അത് നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്കൊരു ഇളവ് നൽകും കാരുണ്യവുമാകുന്നു. ഇനി അതിനുശേഷം ആരെങ്കിലും അതിര് വിട്ട് പ്രവർത്തിക്കുന്ന പക്ഷം അവന് വേദനയേറിയ ശിക്ഷയുമുണ്ട്. അതെന്താ അവിടെ ഒരു ശിക്ഷ, വേദനയേറിയ ശിക്ഷ കൊടുത്തിട്ട് എഴുതി വെച്ചിരിക്കുന്നത്? അതെന്താ? അത് ഇവിടെ നിന്നുള്ള ശിക്ഷ അല്ല, അത് ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ. ഒന്നുകൂടെ വായിച്ച് അത് എവിടെ നിന്ന് വായിച്ച് ദൈവത്തിൽ നിന്നുള്ള ശിക്ഷയല്ലേ? ശിക്ഷ, വേദനയേറിയ ശിക്ഷ. നിക്ക് ഞാൻ 78 ഞാൻ വായിക്കാണ്ടേ. നിങ്ങൾ വായിക്കുന്ന പരിഭാഷയല്ല, ഞാൻ വായിക്കാം. ആദ്യകാല പരിഭാഷ വായിക്കാം. കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. അതായത് ബ്രാക്കറ്റിൽ സ്വതന്ത്രൻ അടിമയ്ക്ക് അടിമ, സ്ത്രീക്ക് സ്ത്രീ എന്ന വിധത്തിൽ. എന്നാൽ ഒരാൾക്ക്, ഒരു കൊലയാളിക്ക് അവന്റെ കൊല്ലപ്പെട്ടവന്റെ സഹോദരിൽ നിന്നും വല്ല മാപ്പും ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ മര്യാദ പിൻപറ്റലും നല്ല നിലയിൽ അയാൾക്ക് നഷ്ടപരിഹാരം കൊടുത്ത് വീട്ടലും ആണ് വേണ്ടത്. അത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു ലഘൂകരണവും കാരുണ്യവുമാണ്. എന്നാൽ അതിനുശേഷം ആര് അതിര് കവിഞ്ഞ് പ്രവർത്തിക്കുന്നുവോ അവന് വേദനയേറിയ ശിക്ഷയുണ്ട്. അപ്പൊ അതിര് കവിഞ്ഞ് പ്രവർത്തിക്കുന്നവന് വേദനയേറിയ ശിക്ഷയുണ്ടെന്നല്ലേ ബ്ലാക്ക് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ശരിയാണോ? ശിക്ഷയുണ്ട്, അങ്ങനെ തന്നെ ഉണ്ടല്ലോ. ശരിയല്ലേ? ഉണ്ട്. അപ്പൊ ഈ ആവർത്തന പുസ്തകത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, നിന്റെ ദൈവമായ യഹോവയ്ക്ക് അവന്റെ ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്ന പുരോഹിതന്റെയോ ന്യായാധിപന്റെ വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കണം എന്ന് പറയുന്നതും അവിടെ അതിര് കവിഞ്ഞ് ആരെങ്കിലും പ്രവർത്തിച്ച വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് പറയുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളൂ? അപ്പോഴും ബ്ലാക്ക് എന്റെ ചോദ്യത്തിൽ നിന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ബ്ലാക്ക് മുസ്ലിം ആയിട്ട് ജനിച്ചിട്ട് അള്ളാഹുവിന്റെ അടിമത്തത്തിലല്ല സ്വാതന്ത്ര്യത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതിന്റെ ആ ഒരു ആയത്ത് തരൂ. ഇത്ര പാടില്ലല്ലോ അജീഷ് ബ്രോ. എന്തോ ദൈവത്തിന്റെ വേദനയേറിയ ശിക്ഷ അള്ള പറയുമ്പോ അത് ഇവിടുന്നുള്ള വേദനയേറിയ ശിക്ഷയല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം.
യഹോവ ചെയ്യുന്ന എവിടുന്നാണ്? ഈ ശിക്ഷയല്ല ഇവിടെ ഉള്ളത്. പിന്നെ എവിടാണ്? അത് മഹ്ശറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലുള്ള ശിക്ഷയാണ് പറയുന്നത്. ആണോ? ദൈവം ഒരു അപ്പൊ ശിക്ഷ അതിന്റെ പറയുന്നുണ്ട്. 180 വായിച്ചേ. 179, അത് നിങ്ങൾ 80 ഈ വായിച്ചേ. പെരടിക്ക് വെട്ടാനൊക്കെ ആയിരിക്കും പറയുന്നത്. അതല്ല. അല്ലല്ല, ഞാനല്ലല്ലോ പറയുന്നത്. നിങ്ങൾ ബാക്കി 179, 180 വായിക്കുന്നേ. ആ അധ്യായത്തിൽ തന്നെയുള്ള ബാക്കിയും കൂടെ വായിക്കുന്നേ. നിങ്ങൾ അതിനെ വായിക്കാതിരിക്കുന്നത്. അത് വായിക്കേ. പ്രതിക്രിയ നടത്തുന്നതിൽ നിങ്ങൾക്ക് ആ ബുദ്ധിമാന്മാരെ ഒരു തരം ജീവിതമുണ്ടായിരിക്കും. നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേക്കുന്നതാണ്. പറയുന്ന മനസ്സിലായില്ല നിങ്ങൾക്ക്? വേദനയേറിയ ശിക്ഷ ഉണ്ടാകും. പ്രതിക്രിയ നടത്തുന്നതിൽ നിങ്ങൾ ബുദ്ധിമാന്മാരെ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ്. ബുദ്ധിയുള്ളവരെ പ്രതിക്രിയ ചെയ്യുന്നതിലാണ് നിങ്ങൾക്ക് ജീവിതം ഉള്ളത്. ജീവിതത്തിന്റെ നിലനിൽപ്പ് എന്ന് ബ്രാക്കറ്റ്. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണിത്. അന്നേരം ഇപ്പൊ ഇങ്ങനെ വേദനയേറിയുള്ള ശിക്ഷ ലഭിക്കാതിരിക്കാൻ വേണ്ടി അവിടെ അള്ളാഹു പറയുകയാണ് എന്ത്? സൂക്ഷ്മതയോടെ ഇങ്ങനെ പോകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? അതിര് കവിയാതെ ബുദ്ധിയുള്ള പ്രതിക്രിയ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷ്മതയോടെ ജീവിക്കണമെന്നല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്ന ബ്ലാക്ക്. ശരിയല്ലേ? അതെ. അപ്പൊ അതിന്റെ ബാക്കി അടുത്ത ആയത്ത് വായിച്ച് 80-ാമത്തെ വായിച്ച്. ഇങ്ങനെ നീട്ടി കൊണ്ടോല്ല ഇത്. നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നല്ല വായിക്കുന്നത്. നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്, എന്റെ പുസ്തകത്തിൽ നിന്നല്ല. നിങ്ങൾ കൊണ്ടുവന്ന ആയത്തിന്റെ അകത്തുനിന്ന് തന്നെയാണ് വായിക്കുന്നത്. 180 വായിച്ച്. നിങ്ങളല്ല കുറച്ചു നേരത്തെ പറഞ്ഞത് ഖുർആനിന് തുമ്പും വാലില്ല. അത് ഇപ്പൊ നിങ്ങളെന്റെ ഈ ക്രമത്തിൽ ഇങ്ങനെ വരുന്നോ? നിങ്ങൾ വായിച്ചോ, നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചോ. തുമ്പാണോ വാലാണോ? നിങ്ങൾക്ക് എന്ത് വേണേ പറയല്ലേ, ഒരു തുമ്പും വാലില്ലാണ്ട്. അല്ല, ഒരു മറുപടി കൊടുത്തോട്ടെ. മുഹമ്മദ് എടാ, നീ ആരെ? മുഹമ്മദിനെയാണോ ഇത് വിളിച്ചത്? ആണോ? നിന്റെ പ്രവാചകനായ മുഹമ്മദിനെയാണോ? യേശുക്രിസ്തു ഭീകരവാദി. പറയാം. നിനക്കുള്ള മറുപടിയല്ല, ഞാൻ വേറൊരുത്തിന് മറുപടി കൊടുക്കുകയാണ്. നീ അവിടെ മൈക്ക് മ്യൂട്ടി. നീ അവിടെ മൈക്ക് മ്യൂട്ടി. അപ്പൊ ഇവിടെ ഈ മുഹമ്മദ് CKAMS എന്നും പറഞ്ഞുകൊണ്ട് എഴുതി വന്നിരിക്കുന്ന അവൻ ഇസ്ലാമിന്റെയും മുഹമ്മദിന്റെയും എന്ത് ചെയ്യുന്നു? സംസ്കാരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഡാഷ് മക്കൾക്ക് ഒരു ഇതും അറിയത്തില്ല. ശരിയാണ്, മുഹമ്മദിന് ഒരു കുന്തം അറിയത്തില്ലായിരുന്നു. അത് നിനക്കറിയാവോ? കാരണം മുഹമ്മദ് ചത്ത് 240 വർഷത്തിന് ശേഷം എന്തോ സാധനം നീ എഴുതിയില്ല ലാസ്റ്റ്, അത് അറിയാവുന്നവൻ വന്നിട്ട് കുറച്ച് ഹദീസ് എഴുതി വെച്ചു. ശരിയല്ലേ CK? ശരിയല്ലേ? ശരിയല്ലേ CK? എന്തോ അറിയാവുന്ന ഒരുത്തം വന്നിട്ട് എന്ത് ചെയ്തു? നീ എഴുതി വെച്ചിരിക്കുന്നത് എന്ത് ചെയ്തു? അത് ലാസ്റ്റ് അവൻ എന്ത് ചെയ്തു? എടുത്തു വെച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്നിട്ട് പറയുകയാണ് എന്ത്? നിന്റെ പൂർവികരുണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വന്ന നമ്മുടെ സ്വഹീഹുൽ ബുഖാരിക്ക് മുമ്പുള്ളവർക്കൊന്നും, അതാണ് നീ എഴുതി വെച്ചിരിക്കുന്ന ഒരു കുന്തം അറിയത്തില്ലായിരുന്നു. മനസ്സിലായോ? എന്ന് വെച്ചാൽ മുഹമ്മദ് പോലും ഇങ്ങോട്ടുള്ളവർക്കൊന്നും ഒരു കുന്തം അറിയത്തില്ലായിരുന്നെന്നാണ്. കാരണം നിന്റെ മുഹമ്മദ് ചത്ത് 240 വർഷത്തിന് ശേഷം വന്നിട്ട് എന്ത് ചെയ്തു? ഇതാണ് കണ്ടോ. അപ്പൊ അവൻ ഉടനെ എഴുതി വെച്ചിരിക്കുകയാണ് നിന്റെ അപ്പൻ ചത്തു. എന്നിട്ട് ലാസ്റ്റ് എഴുതി വെച്ചു. ശരിയാണ്, എന്റെ അപ്പൻ ചത്തുപോയി. ശരിയാണെന്നേ. പക്ഷെ നിന്റെ മുഹമ്മദ് ചത്തു എന്ന് എഴുതിയിട്ട് ലാസ്റ്റ് അവൻ നീ കൊണ്ടുപോയി വെച്ചത് ശരിയായില്ല. മനസ്സിലായോ? എടാ, നിന്റെ സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഒക്കെ മുഹമ്മദ് ചത്ത് 240 വർഷത്തിന് ശേഷം വന്നിട്ട് പറയുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മുമ്പുള്ള 240 വർഷത്തിന് മുമ്പുള്ള സ്വഹാബികൾക്കോ മുഹമ്മദിന്റെ കൂട്ടത്തിൽ നടന്നവർക്കോ മുഹമ്മദിനോ ഒരു മക്കൾക്ക് ഒരു ഇതും അറിയത്തില്ല. അതുകൊണ്ടാണ് 240 വർഷത്തിന് ശേഷം വന്നിട്ട് എന്ത് ചെയ്തത്? ഇത് എഴുതിയത് എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്. അത് ആരാണെന്ന് പറയണേ. ഈ അപ്പൻ ഉണ്ടോ ഇല്ലയോ, ആരാണെന്നുള്ള ഒന്ന് പറയണേ. ഇതൊക്കെ ബാക്കി മ്യൂട്ടായി പോയി. അജീഷ് ബ്രദർ മ്യൂട്ടാണ്.
സോറി, അല്ല ഞാനും ബ്ലാക്ക് കൂടെ സാധാരണ ബ്ലാക്ക് വന്നിട്ട് ഇവിടെ പല സംസാരങ്ങൾ സംസാരിക്കുന്നതാണ്. അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറയുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഇപ്പൊ വരാം കേട്ടോ. നീയൊക്കെ അറബി വായിക്കാൻ അറിയുമോ? അത് പഠിക്കാതെ ഇംഗ്ലീഷ് ലെറ്റർ നോക്കി ചിലക്കാതെ. എടാ ചിലക്കാതവനെ, എടാ ചില എന്താണെന്ന് അറിയാൻ വയ്യാത്തവനെ, എടാ നീ എഴുതി വിട്ടതും പ്രകാരം മുഹമ്മദ് ജനിച്ചതുപോലെ ജനിച്ചവനെ, നിന്നോട് പറയാണ്, നിന്റെയൊക്കെ ഉസ്താക്കന്മാർ എഴുതിയിരിക്കുന്ന അറബി ഒരു സൈഡിലും അതിന്റെ പരിഭാഷ മലയാളം ഒരു സൈഡിലുള്ള പുസ്തകങ്ങള് അവര് പിന്നെ എന്തിനാടാ എഴുതി വെച്ചത്? ഈ പുസ്തകങ്ങളെല്ലാം കൂടെ വിൽക്കാൻ വേണ്ടി ബുക്ക് സ്റ്റാളുകളിൽ വെച്ചിരിക്കുന്നത്. നീയൊക്കെ വായിക്കാത്ത മലയാളം പരിഭാഷ, നീയൊക്കെ ഉലകത്ത് വായിക്കാത്ത ഇസ്ലാമിക ബുക്കുകൾ എന്റെ ലൈബ്രറിയിൽ ഇരിപ്പുണ്ട്. മനസ്സിലായോ? അത് മുഴുവനും വായിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഒരുത്തൻ ഒരു ആയത്ത് പറഞ്ഞാൽ, ഒരു ഹദീസ് നമ്പർ പറഞ്ഞാൽ, അത് അവൻ ഹദീസ് നമ്പർ പറയുന്നതിന് മുമ്പ് ഇന്ന ഹദീസാന്ന് പറയുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ലെറ്റർ വായിക്കാനോ? എടാ നിനക്കൊക്കെ ഉള്ള പുസ്തകം ഈ ഖുറാൻ എന്ന് പറയുന്ന സാധനം അറബിയിലേക്ക് ക്രോഡീകരിച്ച് ഹദീസുകൾ ക്രോഡീകരിച്ച് തന്നത് പോലും ഇംഗ്ലീഷുകാരല്ലേ? നിനക്ക് എന്നാ അറിയാം? നീ ചിലക്കാതെ പോടേർക്കാ ഏതെങ്കിലും വഴിക്ക്, നീ വേറെ വല്ല വഴിക്കും പോ. നീ ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞു പിള്ളേരോടൊക്കെ പോയി സംസാരിക്കും, അതാ നല്ലത്. മനസ്സിലായോ? നിനക്ക് നീ വന്ന് കേറിയ സ്ഥലം മാറിപ്പോയി. നീ ഏതേലും ഈ മൂട്ട കളിച്ച് നടക്കുന്ന പിള്ളേരുടെ അടുത്ത് എന്നിട്ട് മുസ്ലിം ആയിട്ട് നടക്കുന്ന ഏതെങ്കിലും ഉസ്താക്കന്മാരോടൊക്കെ ചെന്ന് പറ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ പോയൊരു സ്വപ്നം കാണ്. ഞാൻ വേണമെങ്കിൽ നിന്റെ ഉസ്താദ് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്വപ്നം ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം, വേണോ? അപ്പൊ നിന്റെ ഉമ്മായിക്കും നിന്റെ പെങ്ങൾക്കും എല്ലാം എന്താ അറിയോ, സ്വർഗത്തില് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. സ്വപ്നം വേണോ വായിക്കാം, വെറുതെ എന്നെ കൊണ്ട് വായിച്ചിട്ട് നീ കിടന്നിട്ട് കരയാൻ വരരുത് കാട്ടറബി. ആവശ്യമില്ലാതെ അവനെ ചേലക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. സ്വപ്നം വേറെ ഒന്നുമല്ല, ഞാനിങ്ങനെ പറഞ്ഞു ഇത്രേ ഉള്ളൂ. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വന്തം ഉമ്മയുമായിട്ടും പെങ്ങളുമായിട്ടും ഈ സ്വപ്നം കാണുന്നവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉമ്മായിക്കും സഹോദരിക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടുമെന്നാണ് ഉസ്താദ് എഴുതി വെച്ചിരിക്കുന്നത്. നീ വേണമെങ്കിൽ പോയി അത് കണ്ടിട്ട് കിടന്നൊന്ന് ഉറങ്ങിക്കോ, എന്നിട്ട് ഇടത്തോട്ട് ചരിഞ്ഞ് വന്ന് മൂത്രം കൂടെ ഒഴിച്ചു. അപ്പൊ ബ്ലാക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ബ്ലാക്ക് എന്നോട് പറഞ്ഞ എന്താണ്? ബ്ലാക്കിന് സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യമുള്ള മതത്തിലാണ് ബ്ലാക്ക് ജനിച്ചതെന്ന് പറഞ്ഞു. ബ്ലാക്ക് അള്ളാഹുവിന്റെ അടിമയല്ല. ബ്ലാക്ക് ഒരു സ്വതന്ത്രനായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ അടിമയൊന്നുമല്ല. ഞാൻ ദേ ഖുറാനിലെ ഇന്ന ആയത്തും പ്രകാരം ഞാൻ സ്വാതന്ത്ര്യമുള്ളവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആയത്ത് ഒന്ന് തന്നു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? ഇപ്പൊ നമ്മൾ 3-4 ആയത്തുകളൊക്കെ വായിച്ച് എവിടെ വരെ പോയി? അതൊന്ന് തന്നു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. ശരിയല്ലേ? ഉണ്ടോ ആയത്ത്? ഹരീഷേ, എന്തോ ഈ നിങ്ങൾ പറയുന്ന എല്ലാം റോങ് ആണല്ലേ. ഈ എനിക്ക് ഇഷ്ടമാണ് അള്ളാഹുവിന്റെ അടിമയാണെന്ന് പറയുന്നതില്. ഒരു നമ്മൾ സൃഷ്ടിച്ച യജമാനനല്ല, നമ്മ അടിമകള് പറയുന്ന എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. അത് ഒരു സ്വാതന്ത്ര്യക്കുറവാണെങ്കിൽ അത് ഞാൻ സഹിച്ച്. പിന്നെ കുറച്ചു മുമ്പേ പറഞ്ഞു താങ്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യമുള്ള മതത്തിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞു. ഞാനപ്പോ ചോദിച്ചു അള്ളാഹുവിന്റെ അടിമയല്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഖുറാൻ ആയത്ത് വെച്ച് തെളിയിച്ചോളാൻ പറഞ്ഞു. ഞാൻ ആരുടെ അടിമയല്ല, ഞാൻ ഇസ്ലാമിൽ സ്വാതന്ത്ര്യമുള്ളവനാണ്. എനിക്ക് ഈ പരിശുദ്ധ ഖുറാൻ, നിങ്ങൾ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളും മനസ്സിലാക്കപ്പെട്ട മുസ്ലിങ്ങളും പറയുന്ന മറ്റുള്ളവരും പറയുന്ന പോലെ പരിശുദ്ധ ഖുറാൻ എന്ന് നിങ്ങൾ എപ്പോഴും പറയില്ല. ആ പരിശുദ്ധ ഖുറാന്റെ അകത്ത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അള്ളാഹുവിന്റെ അടിമയല്ല, ഞാൻ ദേ ഇന്ന ആയത്തും പ്രകാരം സ്വാതന്ത്ര്യമുള്ളവനാണെന്ന് പറയുന്ന ഒരു ആയത്ത് തന്നെ എത്ര നേരമായിട്ട് ചോദിക്കുന്നു? അതല്ലേ നമ്മൾ എത്ര നേരമായിട്ട് ഹരീഷേ, ചോദിക്കുന്നു? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അഗതികൾക്ക് ഭക്ഷണം കൊടുക്കും, അനാഥകളെ ഭക്ഷണം കൊടുക്കും, എല്ലാവർക്കും. ഇതെല്ലാം ചെയ്യുന്നത് ദൈവത്തിന് അനുസരിക്കുക. ആ അനുസരിക്കലാണ് അടിമത്തം. അടിമ അതനുസരിക്കൽ നമ്മുടെ കടമയാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അത് നിങ്ങൾ അടിമ എന്ന് പേരിട്ട് അടിമ എന്ന് അത്ര എനിക്ക് പറയാൻ അറിയില്ല അത് എങ്ങനെ പറയണ്ടേ. നിങ്ങൾ വേറെ ബ്ലാക്ക്, ഞാൻ അർത്ഥത്തിലാണ് നിങ്ങളെ അടിമയെന്നൊന്നും പേരിട്ട് വിളിച്ചില്ല ബ്ലാക്ക്. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. താങ്കൾ പറഞ്ഞു താങ്കൾ സ്വാതന്ത്ര്യമുള്ള മതത്തിലാണ് ജനിച്ചതെന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന അങ്ങനെ താങ്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അള്ളാഹുവിന്റെ അടിമയല്ല, ഞാൻ സ്വാതന്ത്ര്യമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ പരിശുദ്ധ ഖുറാന്റെ അകത്തുനിന്ന് ഒരു ആയത്ത് തന്നപ്പോൾ അതല്ലേ സഹോദരന്മാരെ താഴെ ഇരിക്കുന്നവരോടല്ല ഞാൻ ചോദിച്ചത്? ശരിയല്ലേ? നിങ്ങളെല്ലാം അത് തന്നെയല്ലേ കേട്ടോ? ഞാൻ അതെ വേറെ അതെ ഒന്നും ചോദിച്ചില്ലല്ലോ. അതെ, അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. അല്ല, സ്പീക്കേഴ്സിൽ ഇരിക്കുന്നവര് സംസാരിച്ചു കഴിഞ്ഞാൽ പറയാം എന്നോട് ചേർന്നിരിക്കുന്നവർ സംസാരിക്കും. നമുക്ക് സ്പീക്കേഴ്സിലുള്ളവർ എന്തിനാ മിണ്ടുന്നത്? താഴെ ഓഡിയൻസ് ഉണ്ടല്ലോ, അവര് പറയട്ടെ. ഞാൻ അത് തന്നെയാണ് കുറെ സമയമായിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നത്. യെസ്, ഇപ്പൊ അത് ലീ തന്നെ സിസ്റ്റർ എനിക്ക് എന്നോട് പറയാം, മനസ്സിലായി. ലീ സിസ്റ്റർ എനിക്ക് വേണ്ടി സൈഡ് പറഞ്ഞെന്ന് പറയും. എനിക്ക് അത് വേണ്ടല്ലോ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി സംഗതി. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവം ഒരിക്കലും മനുഷ്യനെ അടിമകളെ എന്നല്ല വിളിക്കുന്നത്.
നമ്മളാണ് മനുഷ്യരാണ് പറയുന്നത് ഞാൻ ദൈവത്തിന്റെ അടിമയാണെന്ന്. ദൈവം ഒരിക്കലും നിങ്ങളെല്ലാരും എന്റെ അടിമയാന്നല്ല പറയുന്നത്. ദൈവം എന്താ പറയും? യാ യുഹന്നാസ്, ഓ മനുഷ്യരെ, യാ ആദം, യാ മുഹമ്മദ്, അങ്ങനെ തന്നെ പറയും. യാ റസൂൽ മുഹമ്മദ്. അല്ല ഒരിക്കലും ഒരു മനുഷ്യനെ കാട്ടിയിട്ട് യാ അബ്ദല്ല അങ്ങനെ പറയുന്നില്ല. അത് മനുഷ്യരാണ്. എനിക്ക് തരുമോ ബ്ലാക്ക്? ഒരു minute. ഇസ്ലാം തസ്ലീം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അജീസ് ബ്രദറെ ഒന്ന് ചോദിക്കണം. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. സമർപ്പണം, സമർപ്പണം. ഇസ്ലാമിന്റെ വാക്ക് എന്ന് പറയുന്നത് സമർപ്പണം. ശാന്തം ബ്രദറെ തരാം കേട്ടോ, കാരണം അത് നല്ലൊരു സംസാരിക്കും. സറണ്ടർ, കീഴടങ്ങുക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലീസിസ്റ്റർ ഒരു മിനിറ്റ് ലീസിസ്റ്റർ ഒന്നും തോന്നരുത് പ്ലീസ്, ഒന്നും തോന്നരുത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അടിമ എന്ന് വിളിച്ചിട്ടില്ല എന്നാണ്. ഈ 2:23 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നാം നമ്മുടെ അടിമയ്ക്ക് ഇറക്കിക്കൊടുത്തതിനെ പറ്റി നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ. ഈ അടിമ ആരാണ് ബ്ലാക്ക്? അള്ളാഹു അടിമയെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. നാം നമ്മുടെ അടിമയ്ക്ക് ഇറക്കിക്കൊടുത്തതിനെ പറ്റി നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ. ഈ അടിമ ആരാണ്? 2:90 പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹം അവൻ ഉദ്ദേശിക്കുന്ന തന്റെ അടിമയ്ക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നതിലുള്ള അമർഷം കാരണമായി എന്ന് പറഞ്ഞിരിക്കുന്നു. അടിമാന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അടിയാന്റെ മേൽ നാം അവതരിപ്പിച്ചതിനെ. അതാരാണ് ഈ അടിമ എന്ന് പറയുന്ന ആളാരാണ്? മനുഷ്യരെ അടിയാൻ. അടിയാൻ എന്നല്ല, എന്റെ ഇരിക്കുന്ന പരിഭാഷയിൽ അടിമാന്ന് എഴുതി വെച്ചിരിക്കുന്നത്, അടിയാൻ എന്നല്ല. ആ അടിമ ആരാണ്? ഈ അള്ളാഹു അടിമയെന്ന് സംബോധന ചെയ്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന ആൾ ആരാണ്? ആ കൂട്ടരെ ആരാണ്? വേറൊരു സൂറ 89:14 എടുത്തേ. 89. ഒരു മിനിറ്റ് ഇതൊന്ന് തീർത്തോട്ടെ. ഞാനിപ്പം 2:23 പറഞ്ഞിരിക്കുന്ന ഒരു മിനിറ്റ്, ഈ 2:23 പറഞ്ഞിരിക്കുന്ന അടിമ ആരാ? അള്ളാഹു അടിമയെന്ന് വിളിച്ചിരിക്കുന്ന ആരെയാ? അടിയാന്നാ പറയുന്നത്. നിത്യ സുഹൃത്തെ, 2:23 പറഞ്ഞിരിക്കുന്ന അടിമ എന്ന് പറഞ്ഞിരിക്കുന്ന ആളാരാണ്? അടിയാന്നാണ് പറയുന്നത്. ആരെയാണ് വിളിച്ചിരിക്കുന്നത്? കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. താങ്കളല്ലേ ഇപ്പൊ പറഞ്ഞത് ആരെ അടിമാന്ന് വിളിച്ചിട്ടില്ല എന്ന്? നിങ്ങൾ അത് മാത്രമേ കാണും. നിങ്ങൾ വേറെന്തൊക്കെ ഉണ്ട് അജീഷ? അല്ല, വേറെ എന്തൊക്കെ? നമ്മളിപ്പോ ഇതിലല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു എനിക്ക് വലിയ അറിവില്ല. അല്ല, ഞാൻ ഒരു കാര്യം പറട്ടെ, അറിവും അറിവുകേടും അല്ല ഞാൻ ചോദിച്ചു, ഇത്രേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന അള്ളാഹു ആരെ അടിമയെന്ന് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന അടിമ ആരാണെന്ന് അങ്ങ് പറഞ്ഞാ പോരെ? അടിയാൻ എന്നാണ് പറയും. ഇതിൽ അർത്ഥം വെച്ചത് അടിയാന്നാ. അജീഷ 89 വായിക്കേ പ്ലീസ്. 89 ഞാൻ പുറത്താണ്, എന്റെ ഖുർആനില്ല. 89:14 സൂറ 89:14. നിങ്ങൾ അടിച്ചു പറയുന്നതാണോ അജീഷേട്ടാ? അല്ല, നിങ്ങൾ പരിശുദ്ധം എന്ന് പറയുന്ന ഖുർആൻ എടുത്തിട്ട് ഞാൻ തുറന്നു നോക്കിയാ നിന്റെ രക്ഷിതാവ് തീർച്ചയായും ഇവിടെ പതിയിരിക്കുന്നുണ്ട്. അതാണ് 89:14. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന അടിമ ആരാ? പതിയിരിക്കുന്നോ? ഇത് വേറെ പുള്ളി ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ആയത്ത് എന്നോട് ചോദിച്ചു, ഞാൻ അതിന് മറുപടി കൊടുത്തതാണ് സുഹൃത്തെ. പുള്ളിക്ക് ഒരു ആയത്ത് ആവശ്യമായിരുന്നു, ഞാൻ അത് കൊടുത്തു. നമ്മുടെ വിഷയം അതല്ലല്ലോ. എന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിക്കുള്ളൂ, ഇനിയുണ്ട് 12 ക്വസ്റ്റ്യന്.
ഒന്ന് തീർത്തോട്ടെ ഞാൻ ഒന്ന് അയ്യോ പറഞ്ഞിട്ട് എന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിൽ കൂടുതൽ. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അതൊക്കെ അത് നിങ്ങൾ രണ്ടിന്റെ വേറെ അതിന്റെ ആവശ്യക്കാരോട് ചോദിക്കി. ഞാൻ ഇത് ചോദിക്കട്ടെ നിങ്ങളോട്. 2:23 പറഞ്ഞിരിക്കുന്ന അടിമ അള്ളാഹു ആരെ അടിമയെന്ന് വിളിച്ചിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു. ഖുറാന്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ പറഞ്ഞു, ഞാൻ കുറച്ച് ആയത്തുകൾ ഓക്കെ, വായിക്കാം. വിളിച്ചിട്ടുണ്ടോ? 2:23 വിളിച്ചിട്ടുണ്ട് നാം നമ്മുടെ വിളിച്ചിട്ടുണ്ട് അടിമയ്ക്ക് ഇറക്കി കൊടുത്തതിനെ പറ്റി സമ്മതിച്ചു. നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ 2:90 പറയുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹം അവൻ ഉദ്ദേശിക്കുന്ന തന്റെ അടിമയ്ക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നു. 2:177 തന്റെ ബന്ധുക്കൾക്ക് അനാഥകർക്കും വഴിപോക്ക് ആവശ്യപ്പെടുന്ന അടിമമോചനം. 2:178 2:186 പറയുന്നു. 2:207 പറയുന്നു അള്ളാഹു അടിമകളോട് വളരെയധികം ദയുള്ളവനാണ്. 2:221 പറയുന്നത് ബഹുദൈവ വിശ്വാസിനി നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും അവളെക്കാൾ നല്ലത് സത്യവിശ്വാസിയായ അടിമ സ്ത്രീയാണെന്ന് പറയുന്നു. അടുത്തത് പറയുന്നു 3:20 പറയുന്നു അള്ളാഹു അടിമകളെ നന്നായി കണ്ടറിയുന്നവനാണെന്ന് പറയുന്നു. 3:30 പറയുന്നു അള്ളാഹു അടിമകളോട് ഏറെ ദയുള്ളവനാന്ന് പറയുന്നു. 3:182 പറയുന്നു അള്ളാഹു അടിമകളോട് അനീതി ചെയ്യുന്നവനേ അല്ല എന്നതുകൊണ്ടാണെന്ന് പറയുന്നു. പിന്നെ പറയുന്നു അങ്ങനെ നിരവധി സംഭവങ്ങൾ. ഇനി 4:172 പറയുന്നു അള്ളാഹുവിന് അടിമയായിരിക്കാൻ മസീഹിന് വൈമനസ്യം കാണിക്കുന്നതേ അല്ല എന്ന് പറയുന്നു. കാരണം ഖുർആനിൽ പറയുന്ന ഈസാ പോലും അള്ളാഹുവിന് അടിമയായിരിക്കുന്നത്. താങ്കൾ പറഞ്ഞു അള്ളാഹു ആരെ അടിമ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ 6:18 പറയുന്നു 6:18 പറയുന്നു അവന്റെ അടിമകളുടെ കാര്യത്തിൽ സർവാധികാരിയാണവെന്ന് പറയുന്നു. അള്ളാഹുവിന്റെ അടിമയെന്ന് വിളിച്ചിരിക്കുന്നു. 6:61 പറയുകയാണ് അവനാണ് അവന്റെ അടിമകളുടെ മേൽ സർവാധികാരമുള്ളവെന്ന് പറയുന്നു. 6:88 പറയുന്നു അത് അള്ളാഹുവിന്റെ മാർഗദർശനമാണ്. തന്റെ അടിമകളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ അത് മുഖേന നേർവഴിയിലാക്കുന്നെന്ന് പറയുന്നു. 7:32 പറയുന്നു അള്ളാഹു അവന്റെ അടിമകൾക്കായി ഉത്പാദിപ്പിച്ചിട്ടുള്ളത് അവന്റേതായ അലങ്കാര വസ്തുക്കളെ ആഹാരത്തിൽപ്പെട്ട നല്ല വസ്തുക്കളെ നിഷിദ്ധമാക്കിയത് ആരാണെന്ന് പറയുന്നു. 7:128 നിശ്ചയമായി ഭൂമി അള്ളാഹുവിൻ്റെതാണ്. തന്റെ അടിമകളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് അനന്തരാവകാശമായി കൊടുക്കുന്നു. പിന്നെ 7:194 ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലാഹുവെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ നിങ്ങളെ പോലെയുള്ള അടിമകളാകുന്നു. അങ്ങനെ അടിമകളെന്ന് ഈ ഖുറാന്റെ അകത്ത് നിരവധി സ്ഥലങ്ങളിൽ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഈ അടിമ ആരാണെന്നൊന്ന് പറയും. താങ്കൾ പറഞ്ഞല്ലോ അള്ളാഹു ആരെ അടിമകളെന്ന് വിളിച്ചിട്ടില്ല. ഈ അടിമകളെന്ന് വിളിച്ചത് ആരെയാണ് പറയട്ടെ. അതെന്റെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആയിരുന്നു. ഇപ്പം മനസ്സിലായോ ദൈവം എല്ലാരെയും അടിമയായിട്ടാണ് കാണുന്നതെന്ന്? മനസ്സിലായോ? സിസ്റ്ററെയും അച്ഛനെയും എല്ലാരും അടിമയായിട്ടാണ് കാണുന്നത്. നമ്മളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ്. ഇനി ചോദിക്കാം. ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഞാൻ അടുത്ത അലം ബ്രദർ ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ ആണ് നിൽക്കട്ടെ. എന്റെ സുഹൃത്തെ, താങ്കൾ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന ഒരു വിഷയം ഞാൻ ആവർത്തന പുസ്തകത്തിന്റെ ഇതുമായിട്ട് വന്നു. ഇതേ സാധനം 2:170 താങ്കൾ വന്നു. ആ 70 മുതൽ 80 വരെ വായിച്ചപ്പോഴത്തേനും അതിൻ്റെ അകത്ത് തന്നെ സംഭവം സെയിം സാധനം തന്നെയാണ് മുമ്പോട്ട് പോയിരിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇവിടെ അഹങ്കാരം കാണിക്കുന്നത് കൊല്ലപ്പെടും. അപ്പുറത്തെന്ന് വെച്ചാൽ വേദനയേറിയ ശിക്ഷ തരുന്നു. ഒരു മനുഷ്യന് അള്ളാഹു കൊടുത്ത ഏറ്റവും വേദനയേറിയ ശിക്ഷ എന്തുവാ? മരണം തന്നെയാണ്. വേറെ എന്താ? അതുകൊണ്ടാണ് മുഹമ്മദ് അന്ത്യനാളിൽ പറഞ്ഞിരിക്കുന്ന ഖൈബറിൽ നിന്ന് കഴിച്ച ആ ഭക്ഷണം മൂലം ഞാൻ ഇപ്പോഴും വേദന അനുഭവിക്കുന്നു. അവസാന നാളിൽ മുഹമ്മദ് ആയിഷയുടെ മടിയിൽ കിടന്നിട്ട് പറയുന്നുണ്ട് ഈ വേദനയേറിയ ശിക്ഷയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി മഹാന്മാരുടെ കൂട്ടത്തിൽ എന്നെ ഇരുത്തണേന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത് തന്നെ. വേദനയേറിയ ശിക്ഷ എന്ന് പറയുന്ന മരണം തന്നെ. മൈക്കും വിട്ടി ഞാൻ പറഞ്ഞ വിചാരം മറുപടി അതൊക്കെ എനിക്ക് ഞാൻ സംസാരിച്ചതിന് ശേഷം സംസാരിച്ച ഞാൻ ആരാണ് പുള്ളിയെ പിടിച്ച മോഡാക്കിയത്? അറിയത്തില്ല. ഞാനതുകൊണ്ടാ താലിലേക്ക് ഇട്ടത്. ആവേശം കാണിക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം. അത് ക്ലിക്ക് ചെയ്യുമ്പോ ശ്രദ്ധിച്ചു വേണം ക്ലിക്ക് ചെയ്യാൻ. മേക്ക് എ മോഡറേറ്റർ. അപ്പം ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ശരിയാണ് ബ്ലാക്ക്. അത് ഞാനൊരു കാര്യം പറയാം. ഇത്രയും ദിവസം ഇവിടെ വന്ന മുസ്ലിങ്ങളിൽ കുറച്ച് പേരുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ ബ്ലാക്കിനെയും പെടുത്താണ്. കാരണം ഒന്നുമില്ലെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ രീതിയിൽ എന്ത് ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ചു പോയി. ശരിയല്ലേ? എല്ലാവർക്കും ആ ഒരു അഭിപ്രായമല്ലേ ഉള്ളത്?
തീർച്ചയായിട്ടും അജീഷ് ബ്രദറെ, ഇതുവരെ ഞാൻ ഇടപെടേണ്ട ഇന്ന് ഒരു വളരെ അവസ്ഥ വ്യത്യസ്തനായ ഒരു വ്യക്തിയായിട്ടാണ് ബ്ലാക്ക് ഇവിടെ വന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. സാധാരണ ഇങ്ങനെ അല്ലായിരുന്നു നമ്മൾ തമ്മിലൊക്കെ ഉള്ള നാളെ ചർച്ച. യൂട്യൂബിൽ വരാനുള്ളതാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നാളെ ഇത് യൂട്യൂബിൽ വരാനുള്ളതാന്ന് ഞാൻ ബ്ലാക്കിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ആ ഓക്കെ. അതെ അതെ അജീഷ് ബ്രദറെ, ഓക്കെ. വളരെ സന്തോഷമുണ്ട്. ബ്ലാക്കിനോടും പറയാണ്, സാധാരണ ബ്ലാക്ക് ഇവിടെ വന്നിട്ട് അനാവശ്യം തെറിയൊക്കെ എഴുതി വിടുക, ഒരുമാതിരി വർത്താനം പറയാ. ഞാൻ ആദ്യമേ അയ്യോ, ഞാൻ പറഞ്ഞിരുന്നു ഇത്രയും കാലമായിട്ട് ഒരു തെറി മിനിറ്റ്. എഴുതിയിട്ടില്ല സാർ. ശരി. ഞാൻ ഇയാളോട് പറഞ്ഞു നല്ല ഒരു സംസാരത്തിനാണെങ്കിൽ വരിക. അപ്പൊ ഇയാള് പറഞ്ഞു 13 ചോദ്യം കൊണ്ടാ വന്നിരിക്കുന്നത്. അപ്പൊ അച്ഛൻ ബ്രദർ പറഞ്ഞു ഓരോരോ ചോദ്യം നിങ്ങൾ ചോദിക്ക്, അത് ഉത്തരം തന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും. അങ്ങനെ പോയിട്ടാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. ആദ്യം നിങ്ങൾ വെച്ച ചോദ്യത്തിന് നല്ല ഒന്നാം തരം ഉത്തരം അജീഷ് ബ്രദർ തന്നു. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ നിന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ അടിമകളാണ് എല്ലാ മുസ്ലിങ്ങളും. മുസ്ലിങ്ങളല്ലാത്ത മുർത്തതായവരെയും മുഷ്രിക്കുകളെയും എല്ലാം കൊല്ലാനാണ് ഈ ഖുർആൻ, എന്റെ മടിയിലിരിക്കുക ഇപ്പൊ ഖുർആൻ മുഴുവനും പറഞ്ഞിരിക്കുന്നത്. ഇതറിയാതെയാണ് ബ്ലാക്ക് വന്നിട്ട് എവിടുന്നോ വായിച്ച കുറെ ചോദ്യങ്ങൾ, എക്സ് ക്രിസ്ത്യൻ ഫോറത്തിൽ നിന്നാണ് ചോദ്യങ്ങളും കൊണ്ടുവരുന്നത്. ഇനി ബാക്കി കാര്യം അജീഷ് ബ്രദർ പറഞ്ഞു തീർത്തോളൂ. സിസ്റ്ററെ, ബ്ലാക്കിനോട് സ്നേഹത്തിൽ ഒരു കാര്യം പറയട്ടെ. ബ്ലാക്ക്, ഈ ഞങ്ങൾ ഇത്ര നാൾ എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ ചോദ്യങ്ങൾ ചോദിക്കാൻ വന്നിട്ടില്ല. അതെന്താണെന്ന് അറിയാമോ? ഈ ദൈവവിശ്വാസത്തിൽ നിന്നും വിട്ടുപോകുന്നവര്, ഇപ്പൊ ഏത് വിശ്വാസമാണ് ദൈവത്തിന്റെ, നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ നിന്ന് വിട്ടുപോയവരും ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് വിട്ടുപോകുന്നവരും മറ്റൊന്ന് വെച്ചാൽ ദൈവം ഇല്ല എന്ന് വാദിക്കുന്നവരെ എല്ലാരെയും ഞങ്ങൾ കാണുന്നത് ഒരൊറ്റ രീതിയിലായിരിക്കും. ഇവിടെ പല ഇസ്ലാം വിട്ടുപോയിട്ടുള്ള യുക്തിവാദികളായിട്ടോ നിരീശ്വര മതക്കാർ കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സ്പീക്കേഴ്സിൽ ഇരിക്കാറില്ല. കാരണം എന്താ അറിയോ, ഞാൻ ഇവരെ ഏത് ദൈവത്തിൽ നിന്ന് വിട്ടുപോയതാണെങ്കിലും അവരെ കാണുന്നത് ദൈവനിഷേധി എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഇവിടെ പലരും താഴെ വരുമ്പോഴത്തേനും വിളിച്ച് മുകളിൽ ഇരുത്തി സംസാരിക്കും. ഞാനപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി വെക്കും. കാരണം എനിക്കതിന് അവരുടെ ഇത് എനിക്ക് കേൾക്കണം, അവരുടെ ചോദ്യങ്ങൾ എനിക്ക് വേണ്ട, അവരുടെ കാര്യങ്ങൾ എനിക്ക് കേൾക്കണം. ഞാനും വർഗീസിച്ചാൻ ആ സമയത്ത് ഇവിടെ ഇരിക്കാറില്ലല്ലോ, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവല്ലോ. ഞാൻ വർഗീസിച്ചാനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനത് വർഗീസിച്ചാനെ ഇവിടെ കാണത്തില്ല, ഞാൻ മറ്റൊരു ഐഡിയയിലായിരിക്കും ചിലപ്പോൾ ഒന്ന് നോക്കുന്നത്. ആ പുള്ളി പോയതിനു ശേഷമേ ഞാനിവിടെ കയറി വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ, ഇനി ഞാൻ ഒരു കാര്യം പറയാം, ഈ എ ജബ്ബാർ എഴുതിയ ഒരുപാട് ബുക്കുകളുണ്ട്. ഒരെണ്ണം പോലും എന്റെ ലൈബ്രറിയിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം ഞാൻ കാശ് കൊടുത്ത് മേടിക്കാൻ തയ്യാറല്ല, എനിക്കതിന്റെ ആവശ്യമില്ല. ഇനി എൻ്റെ ഖുറാനിസ്റ്റുകൾ എഴുതിയ കുറച്ച് ബുക്കുകൾ ഇരിപ്പുണ്ട്, അത് ഞാൻ എൻ്റെ ഇരിപ്പുണ്ട്. കാരണം അവര് ഹദീസ് കളഞ്ഞെങ്കിലും ഇതിൽ വിശ്വസിക്കുന്നവരല്ല, അള്ളാഹുവിൽ വിശ്വസിക്കുക. അതുകൊണ്ട് ദൈവനിഷേധികളെ, നിരീശ്വര മതക്കാരുടെ ചോദ്യങ്ങളെ സത്യം പറഞ്ഞ ബ്ലാക്ക് എടുത്തുകൊണ്ട് വരരുത്. കാരണം എന്താ അറിയോ, ഈ ചോദ്യം എടുത്തുകൊണ്ട് വരുമ്പോൾ ബ്ലാക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചോണം. എക്സ് ക്രിസ്ത്യാനികളിൽ നിന്ന് ചോദ്യമായിട്ട് വരുമ്പോൾ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം കൂടെ ഉണ്ട്, അവരും ഉണ്ടാക്കിയ ചോദ്യങ്ങളും ഉണ്ട്. അതിനേക്കാളും നല്ലത് ഞാൻ മിക്കവാറും മുസ്ലിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ഞാനെന്നല്ല ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാരും മുസ്ലിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഖുറാൻ വായിച്ചിട്ട് ഹദീസ് വായിച്ചിട്ട് അതിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഇതിപ്പോ ബ്ലാക്ക് ഈ ആവർത്തന പുസ്തകത്തിന്റെ അകത്തുനിന്ന് ചോദ്യമായിട്ട് വന്നു, ഏതാ 17/12. താങ്കൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് തന്നെ ഉത്തരം എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇവര് ചോദ്യമായിട്ടാണ് അവിടെ ചോദിച്ചിട്ട് ഇട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഉത്തരം എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി താങ്കൾ 2-171 വന്നിട്ട് എന്ത് ആ വിഷയങ്ങളെ പറ്റി സംസാരിച്ചു വന്നപ്പോ അതിന്റെ താഴെ വന്നപ്പോഴത്തേനും ഇതേ സംഭവം തന്നെ മറ്റൊരു രീതിയിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ബ്ലാക്കിനോടല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പണ്ട് പോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതൊരാൾക്കെതിരെ നമ്മൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു അവരുടെ അടിസ്ഥാന പ്രമാണമെന്ന് അവർ പറയുന്ന പുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുക, എന്നിട്ട് വേണം നമ്മൾ അവരുമായിട്ട് സംസാരിക്കാൻ ചെല്ലാൻ. അതുകൊണ്ടുള്ള ഗുണം എന്താ അറിയോ, ഇവന് ഖുറാൻ അറിയാം, ഇവന് ബൈബിൾ അറിയാം, അവനോട് സംസാരിക്കേണ്ട രീതിയിൽ തന്നെ സംസാരിച്ചു പോകണമെന്ന് രണ്ട് പക്ഷത്തു നിന്നുള്ള ഒരു ആശയം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അതാണ് ഇപ്പോൾ നമുക്ക് ഇസ്ലാമിന്റെ വിഷയത്തിലോ ഹിന്ദുയിസ വിഷയത്തിലോ ഏത് വന്നു കഴിഞ്ഞാലും എന്നെപ്പോലുള്ളവർക്ക് ദൈവകൃപയാൽ ഭയപ്പെടേണ്ട ഒരു വിഷയം വരുന്നില്ല. കാരണം അത് പുസ്തകങ്ങൾ വായിച്ച് റെഫറൻസുകൾ നമ്മൾ മറ്റൊരു ബുക്കിൽ എഴുതി പോകുന്നതുകൊണ്ട് നമുക്കത് പ്രശ്നമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രാവശ്യമെങ്കിലും ഇപ്പൊ ബ്ലാക്കിനോട് ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ആവർത്തന പുസ്തകമായിട്ട് വന്നു. അതുകൂടാതെ ആവർത്തന പുസ്തകത്തിൽ എക്സ് ക്രിസ്ത്യാനികൾ ഇഷ്ടംപോലെ ചോദ്യം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇവിടെ വന്നപ്പോഴത്തേന് എന്തായി, അതിൻ്റെ അകത്ത് തന്നെ മറുപടി കിടക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ബൈബിള് അത്യാവശ്യം ഒന്ന് വായിച്ചിട്ട്, ഇപ്പോഴാണ് ഓഡിയോ ബൈബിൾ ഇറങ്ങിയിട്ടുണ്ട്, വെറുതെ വെച്ച് ചെവി വെച്ചുകൊണ്ട് നടന്നാൽ മതി. അങ്ങനെയല്ലേ നിങ്ങൾക്ക് സംസാരിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ.
അപ്പോഴും ഓക്കെ. അപ്പോഴും ബ്ലാക്ക് എന്റെ ചോദ്യത്തിന് മറുപടി ഒന്നുമില്ല. താങ്കൾ സ്വാതന്ത്ര്യമുള്ള ഇസ്ലാമിലാണ് ജനിച്ചത്. ഇസ്ലാമിൽ അള്ളാഹുവിന്റെ അടിമയല്ലാതെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനുള്ള ഒരു ആയത്ത് തരുമായിരുന്നെങ്കിൽ നമുക്ക് ഈ ഇത് വിട്ടിട്ട് ബാക്കിയുള്ളവരിലേക്ക് മൈക്ക് കൊടുക്കായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ വേറൊരു സംഭവം എഴുതാൻ വേണ്ടി ഇരിക്കാം. അപ്പൊ അതുകൂടെ ഒന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യമായിരുന്നു. വേറെ ആരാ ഇനി ബ്ലാക്കിനോട് ലീസർ സംസാരിച്ചോളുവോ? എനിക്കൊരു ശകലം തിരക്കുണ്ട്. അല്ല അജീഷ് ബ്രദറെ, അള്ളാഹു റസൂൽ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്താൽ ഇവർക്ക് ആർക്കും എതിരഭിപ്രായം പാടില്ല എന്നല്ല ആയത്ത്. അന്നേരം ബ്ലാക്കിന് എങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ പറ്റും? അല്ലേ, അതല്ല ഇവിടെ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ രണ്ടാമത്തെ ചോദ്യം. അതൊക്കെ അങ്ങനെ തന്നെ, അതന്നെ ബ്ലാക്ക്, മുസ്ലിം ഞാൻ ഒരു ചോദ്യം ചോദിച്ചു വെച്ചു, അതിന് മറുപടി തരാതെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ താങ്കൾ ഇസ്ലാമിക ലോകത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ ബ്ലാക്ക്? എവിടെയാണ് ഖുറാന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ അള്ളാഹുവിന്റെ അടിമയല്ല, ഞാൻ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആയത്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഞാൻ പറയാം, അതല്ലേ വേണ്ടത്? ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയുന്നില്ല ഇസ്ലാം ഇങ്ങനെയാണ്, തെറ്റാണ്. എന്റെ സ്വാതന്ത്ര്യമാണത്. ഇസ്ലാം സ്വീകരിക്കൽ എന്റെ സുഹൃത്തെ, ഇസ്ലാം തെറ്റാണെന്ന് എത്രയോ നേരമായിട്ട് ഇവിടെ പരിശുദ്ധ ഖുറാൻ എന്നല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും ഖുറാൻ എന്ന് പറഞ്ഞോ? ഇല്ല. ഞാൻ താങ്കളുടെ രീതിയിൽ തന്നെ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. താങ്കൾ അള്ളാഹുവിന്റെ അടിമയല്ല, ദൈവത്തിന്റെ അടിമയല്ല, ഞാൻ സ്വതന്ത്രനായിട്ടാണ് ജീവിക്കുന്നത്. അതിനെനിക്ക് ഇസ്ലാമിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുറാന്റെ അത് ഇന്ന ആയത്തും പ്രകാരം ഞാൻ ദൈവത്തിന്റെ അടിമയല്ല, ഞാൻ സ്വതന്ത്രനായിട്ട് ജീവിക്കുന്നു എന്നുള്ള ഖുറാനായത്ത് തരും. ഇതാണ് എന്റെ പ്രമാണം എന്ന് പറയുന്ന ഒരു ഖുറാനായത്ത് തന്നു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വിഷയത്തിലേക്ക് താങ്കൾ ഇനി അടുത്ത ചോദ്യം ചോദിക്കൂ, ഞാനിവിടെ ഉത്തരം പറയാം. ഞാനെങ്കിൽ മറ്റുള്ളവർ ഉത്തരം പറയാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അത് ഇവിടെ ഓരോരുത്തരും അതിന് തയ്യാറായി. അതിനുള്ള ഒരു മറുപടി ഖുറാന്റെ ആയത്തിന്റെ അകത്ത് അള്ളാഹുവിന്റെ അടിമയല്ല, ഞാൻ സ്വതന്ത്രനാണെന്നുള്ളതിന്റെ ആയത്തുണ്ടോ? എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ബ്ലാക്ക്, ഒരു സെക്കൻഡ്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ചർച്ചയുടെ അവസാനം എനിക്ക് ഒരു 2 മിനിറ്റ് അത് അനുവദിക്കണം ഇസ്ലാമിലെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാനായിട്ട്. അതായത് വളരെ വൈഡായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് ഇസ്ലാമില്. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹം ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ അടിമയല്ലാതെ അദ്ദേഹത്തിന് ഇസ്ലാമിൽ ജീവിക്കാൻ, സ്വാതന്ത്ര്യമുള്ള ഇസ്ലാമിൽ ജീവിക്കുവാൻ അദ്ദേഹത്തിന് ഖുറാന്റെ അകത്തുനിന്ന് ആയത്തും ഉണ്ട്. ആ ആയത്ത് തന്നതിന് ശേഷം താങ്കൾക്ക് അതിനെപ്പറ്റി ബിജു ബ്രദർ സംസാരിക്കും. ഇപ്പൊ ഇതൊന്ന് മുമ്പോട്ടൊന്ന് പോട്ടെ പ്ലീസ്. അല്ല, എനിക്ക് അവസാനം മതി. ഞാൻ ഒന്ന് പറഞ്ഞതാ ഏറ്റവും ലാസ്റ്റ്. അജീഷ് ബ്രോ, എനിക്ക് ഇതിൽ നിന്ന് പുറത്തു പോകാനും സ്വാതന്ത്ര്യമുണ്ട്, ഇത് പിന്തുടരാനും സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഇസ്ലാമിലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. ആയത്ത് കൊണ്ടുപോവാ, ആയത്തല്ലേ ചോദിച്ചേ. അതെന്ത് പരിപാടിയാണ്? ഞാൻ ആയത്തേന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്ര മാത്രം എനിക്ക് അറിയുന്ന കാര്യമാണ്. നിങ്ങളുടെ പ്രമാണത്തിലെ രേഖകൾ ഞങ്ങൾക്ക് വേണ്ടേ? താങ്കളാണ് പറഞ്ഞത്, താങ്കളാണ് പറഞ്ഞത് അങ്ങനെയുള്ള ആയത്തുകളുണ്ടോ? താങ്കളാണ് പറഞ്ഞ ആയത്തുകൾ ഉണ്ടെന്ന്. ആയത്ത് കാണിച്ചതാ, ആയത്ത് പ്രസന്റ് ചെയ്യേ. എനിക്ക് സ്വാതന്ത്ര്യം റസൂലിനോട് അള്ള പറയുന്നതുണ്ട്. എന്ത് നിങ്ങൾക്ക് അങ്ങനെ നിന്നെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചത് ആർക്കും. ബ്ലാക്ക്, എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. താങ്കൾക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതോ അകത്തേക്ക് വരുന്നതോ അല്ല സ്വാതന്ത്ര്യം ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ അടിമയല്ലാതെ സ്വതന്ത്രമായിട്ട്, ഞാൻ അള്ളാഹുവിന്റെ അടിമയല്ല, ഞാൻ സ്വതന്ത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ആ ഖുറാനായത്ത്. ഞാൻ അള്ളാഹുവിന്റെ അടിമയല്ല, ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ അടിമ, അള്ളാഹു എന്ന ദൈവത്തിന്റെ അടിമയല്ല, ഞാൻ സ്വാതന്ത്ര്യമുള്ളവനാണ്. അതുകൊണ്ട് അതിന് എനിക്ക് സ്വാതന്ത്ര്യം തന്ന ഖുറാന്റെ അകത്ത് ഇന്ന ആയത്താണെന്നുള്ള അതാണ് തരാൻ പറഞ്ഞത്. ഇവിടെ ഒരാൾ എഴുതി ഇട്ടിരിക്കുന്നുണ്ട്, എന്തുവാ ഇസ്ലാം സ്വീകരിക്കുന്നതോ തിരസ്കരിക്കുന്നതോ ജനാധിപത്യം തന്ന സ്വാതന്ത്ര്യമല്ലേ? കണ്ടോ, അത് കറക്റ്റ് ചോദ്യമാണ്. അത് ജനാധിപത്യം തന്ന സ്വാതന്ത്ര്യമാണ്. അത് താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിന്റെ അടിമയല്ല, ഞാൻ സ്വതന്ത്രനാണ്, ആ ഒരു ആയത്താണ് എനിക്ക് വേണ്ടത്. അതിലേക്ക് വരൂ, അതാണ് നല്ലത്. നമ്മൾ ഈ വെറുതെ കുറച്ചു നേരം സംസാരിച്ചു പോയിട്ട് എന്ത് ചെയ്യാനാ? അജീഷ് ബ്രോ, സംഭവം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ ബൈബിളിൽ ചിലപ്പം പുതിയ നിയമത്തിൽ ഇങ്ങനെ അടിമ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടാവില്ല. അത് കാരണമാണ് നിങ്ങൾ ഇത്രയും വൈകാര്യമായി സംസാരിക്കുന്നത്. പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക? പഴയ നിയമമല്ല, പഴയ നിയമം ഒന്ന് പറഞ്ഞ്. പഴയ നിയമം. പഴയ നിയമമല്ല, പഴയ നിയമം. പഴയ നിയമം. പഴയ നിയമമല്ല, പഴയ നിയമം. പഴത്തിന്റെ പഴയ നിയമം പറഞ്ഞു. പഴയ നിയമം. പഴയ നിയമം. അത് തന്നെ, പഴയ നിയമം. അപ്പം ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഒരു കാര്യം, അപ്പൊ ഒരു വാക്കൂടെ പഠിച്ചില്ലേ? പഴയ നിയമം. അപ്പൊ നിക്ക് പഴയ നിയമം. അപ്പൊ പഴയ നിയമത്തിലേക്കുള്ള ചോദ്യങ്ങള്
ഞാൻ ഉത്തരം പറയാൻ തയ്യാറാണ്. ഒരു കാരണവശാലും ഞാനിപ്പോ എന്റെ ആ പ്രോഗ്രാം മാറ്റിവെച്ചു. ഞാൻ ഒരു ടൈപ്പ് ചെയ്യാൻ വേണ്ടി അത് ഞാൻ മാറ്റിവെച്ചു. ഞാൻ മറുപടി പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. എനിക്ക് ഇതിൽ നിന്നും ഓക്കെ മറുപടി തന്നതിന് ശേഷമേ ബ്ലാക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത്രേ ഉള്ളൂ. ഞാൻ അള്ളാഹു എന്ന് പറയുന്ന ബ്ലാക്കിന്റെ ദൈവമായ അള്ളാഹുവിന്റെ അടിമയല്ല. ഞാൻ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവനാണ്. എനിക്ക് ഖുറാനിൽ ദേ ഇന്ന ആയത്താണ് എനിക്ക് സ്വാതന്ത്ര്യം തന്നത്. അതൊരെണ്ണം തന്നതിന് ശേഷം പഴയ നിയമത്തിൽ നിന്ന് എത്ര ചോദ്യം വേണേലും ചോദിച്ചോ. പഴയ നിയമമാണ്, പഴയ നിയമമല്ല. പഴയ നിയമത്തിൽ നിന്ന് താങ്കൾ മറുപടി ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കളുടെ പരിശുദ്ധമെന്ന് താങ്കൾ വിശ്വസിക്കുന്ന ഖുറാനിൽ നിന്നും അതിന് മറുപടി തന്നതിന് ശേഷമാട്ടെ. പിന്നെ ഞാൻ വൈകാരികമായിട്ട് സംസാരിച്ചത് രണ്ട് സമയത്ത് മാത്രമാണ്. ഒന്ന്, താങ്കൾ എന്റെ വീട്ടിലേക്ക് കടന്നു കയറിയപ്പോൾ ഞാൻ തിരിച്ചു വൈകാരികമായിട്ട് മറുപടി തന്നു. രണ്ട്, വേറെ ഒരു ഇബ്ലീസ് അല്ലെങ്കിൽ വേറെ ഒരു ഉത്തം വന്നിട്ട് ഇവിടെ വന്നിട്ട് ശകലം മോശമായിട്ട് എഴുതിയിട്ടപ്പോഴത്തേനും ഞാൻ അതിന് മറുപടി കൊടുത്തു. ഈ രണ്ട് ഭാഗത്തല്ല ഞാൻ ബ്ലാക്കിനോട് വൈകാരികമായിട്ട് സംസാരിച്ചിട്ടില്ല. മനസ്സിലായല്ലോ? ഓക്കെ. എന്താ ലീസർ പറയാൻ ലീസസ് എന്തോ പറയാൻ വന്നായിരുന്നു? ലീസസ് എന്താണ്? ഞാൻ കുറച്ചു സമയം ഇവിടെ ഉണ്ടായിരുന്നില്ല, അറിയാതെ തട്ടിപ്പോയത്. ഓക്കെ. അജീഷ് ബ്രോ, ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾ നന്മയും തിന്മയും വേർതിരിഞ്ഞു കഴിഞ്ഞു എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. അത് നിങ്ങൾക്കിനി ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. അത് പറയാതെ പറയുന്നുണ്ട് ഇസ്ലാം. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാതെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇസ്ലാമിലെ സ്വാതന്ത്ര്യം. അജീഷ് ബ്രോ, ഞാൻ വേറെ ഒന്നും കേട്ടു എനിക്ക് സുഹൃത്ത്. പറയാൻ എന്റെ ചോദ്യം അതല്ലല്ലോ. എനിക്ക് ഖുറാൻ താങ്കളുടെ ആശയമല്ലേ. എനിക്ക് ആ ഖുറാനിൽ നിന്ന് ആയത്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പഴയ നിയമം ഇപ്പൊ ദേ ഇവിടെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ പറയുന്നത് കേട്ടിട്ട് മറുപടി പറയാൻ വേണ്ടി. ഓക്കെ. എനിക്ക് ആ ഖുറാനായത്തും തന്നേ, ഞാനത് പോട്ടെ. ദേ ഇപ്പൊ നോക്കിയാ കറക്റ്റ് ഇസ്ലാമിന്റെ അതിമനോഹരമായ 313 കമന്റും കിടക്കുകയാണ്. ഇപ്പൊ 314. 313 വളരെ അർത്ഥമുള്ള നമ്പറാണല്ലോ. ഇപ്പൊ 315 എത്തി. ആ കറക്റ്റ് ടൈമിലാണ് താങ്കളോട് ഞാൻ ചോദിച്ചത് 313. 313ന്റെ ഇതറിയാലോ അല്ലേ? ശരിയല്ലേ? ബ്ലാക്കിന് അറിയാം 313 ഇസ്ലാമിലെ നമ്പർ, മഹത്തായ നമ്പർ അറിയാം? എനിക്കറിയില്ല. അറിയില്ലേ? അതിവിടെ വേണം പഠിച്ചോ, ഒന്ന് എഴുതി വെച്ചോ. ഇബ്രാഹിം നബി അറിയാം? അറിയാം. ഇബ്രാഹിം നബി വലിയൊരു ടീമുമായിട്ട് യുദ്ധത്തിന് പോയി. ആ പോയത് 313 പേരായിരുന്നു. ആ 313 പേരുമായിട്ട് പോയിട്ട് ഒരാൾ പോലും മരിക്കാതെ എന്ത് ചെയ്തു? ഇബ്രാഹിമും കൂട്ടരും തിരിച്ചു വന്നു. ഇത് എവിടുന്നാ കൊണ്ടുപോയെന്നറിയോ? ബൈബിളിന്റെ അകത്തുനിന്ന്, തോറയിൽ നിന്ന്. 318 പേരുമായിട്ട് അബ്രഹാം യുദ്ധത്തിന് പോയി, ഒരാൾ പോലും മരിക്കാതെ തിരിച്ചു വന്നു. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ അതിന്റെ അകത്തുനിന്ന് കുറച്ച് പേരങ്ങ് മാറിപ്പോയി, 5 പേരങ്ങ് കുറഞ്ഞു പോയി, 313 ആയി. അതുകൊണ്ടാണ് ഈ 313 പണ്ട് എനിക്കൊരു ഫോൺ നമ്പർ ലാസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരാൾ സ്ഥിരം വിളിക്കായിരുന്നു, ഈ നമ്പർ തരുമോ എന്ന് ചോദിച്ചു. പിന്നെ ഞാനത് കൊടുത്തില്ല. ഞാനത് കുറെ നാൾ ഉപയോഗിക്കാതെ വെച്ച് അതങ്ങ് കളഞ്ഞു. അതിനുശേഷം പിന്നെ ആരോ എടുത്തെന്ന് തോന്നുന്നു. അതുകൊട്ടെ. അപ്പൊ അതാണ് 313ന്റെ പ്രാധാന്യം. കുറച്ചൊക്കെ പഠിക്കണം കേട്ടോ. അപ്പൊ ഇതൊന്ന് തന്നെ ഈ സ്വാതന്ത്ര്യം ലഭിച്ച ആ ഖുറാനായത്ത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ സംസാരിച്ച് ഇങ്ങനെ വലിച്ചു നീട്ടിപ്പോ എത്ര സമയമായിട്ട് ഇപ്പൊ നമ്മൾ സംസാരിക്കും? ഉണ്ട് ആ വലിച്ചു നീട്ടി പോകുന്നതിന് അജിഷേട്ടാ ഉണ്ട്. പക്ഷെ എനിക്ക് തന്നേര്. ഇത്രയും വലിയ പുസ്തകത്തിൽ നിന്ന് എങ്ങനെ കണ്ടെത്താനാ? നിങ്ങള് എങ്ങനെ കണ്ടെത്താനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ഞാൻ മുസ്ലിം ആയിട്ടുള്ള ബ്ലാക്ക് അള്ളാഹുവിന്റെ അടിമയല്ല. എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു, ഞാൻ അള്ളാഹുവിന്റെ അടിമയല്ല എന്ന് പറയുന്ന ഖുറാനായത്തല്ലേ താങ്കൾ? അത് കിട്ടിയത് കൊണ്ടല്ലേ താങ്കൾ സ്വതന്ത്രനായത്. ആ 1 മുതൽ 114 അധ്യായമുള്ള ഖുറാന്റെ അകത്ത് എവിടെയാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയല്ല, ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ ദൈവത്തിന്റെ അടിമയല്ല എന്ന് പറയുന്ന ആയത്ത് ദേ ഇന്നതാണ്? എവിടെയാണ്? ബക്കറയാണോ? അല്ലെന്നുണ്ടെങ്കിൽ 4-ാം അധ്യായമാണോ? ഏത് അധ്യായമാണെന്ന് പറ. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് സെർച്ച് ചെയ്തൊക്കെ പോകാൻ പറ്റുന്ന ഖുറാനുകളും ഉണ്ട്. അതാണ് വളരെ നല്ലത്. അപ്പൊ ആ അടിമയല്ല എന്ന് പറയുന്ന സംഭവം ഒന്ന് എടുത്തു തരൂ കേട്ടോ. നസ്രേനെ ഉണ്ട് ഈ മനുഷ്യനെ ഇടയ്ക്ക്. നാസറേ, കേട്ടോണ്ടിരിക്കുക. നാസറ, ബ്ലാക്ക് പറഞ്ഞത് അദ്ദേഹം അള്ളാഹുവിന്റെ അടിമയല്ല, അദ്ദേഹം പൂർണ്ണ സ്വതന്ത്രനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, അള്ളാഹുവിന്റെ അടിമയല്ല, ദൈവത്തിന്റെ അടിമയല്ല, പുള്ളി അന്നേരം സ്വതന്ത്രനാണല്ലോ. ആയത്ത് തരുവാണെങ്കിൽ നിങ്ങൾ നമുക്ക് പഠിക്കാത്തത് കൊണ്ടാണ്. പുള്ളി കാണിച്ചു തരും. ഇപ്പം നമ്മൾ ഇതൊക്കെ പഠിക്കണ്ടായോ? നമ്മൾ ഇതൊക്കെ അറിയണ്ടായോ? നമ്മൾ കണ്ടിട്ടില്ലായിരിക്കും. പുള്ളി കാണിച്ചു തരും. എടുത്തോ ബ്ലാക്കേ.
പുള്ളി വല്ലതും പറയുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കുന്നില്ല. പുള്ളി ഇല്ല വല്ലതും പറയുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ കറക്റ്റ് ബൈബിളിലെ നമ്പറായി 318. ഇപ്പൊ കറക്റ്റ് ബൈബിളിലെ നമ്പറായി. ഞാൻ പറയാം, പറയട്ടെ. ആ ഞാന് ശരി നോക്കിയെടുത്തോ ഞങ്ങള് വെയിറ്റ് ചെയ്യാം. കാരണം അത് നോക്കട്ടെ. സോറി, നോക്കട്ടെ. നോക്കിക്കോ.